ഹല്ലേലൂയ. നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ മുതൽ. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരയണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ ആൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരോടുകൂടിയ ഒരു ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ സ്ത്രീ പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആള് വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു, ഞാൻ കാണുന്നു എന്ന് പറയുന്നത് കുറച്ചുകൂടെ കറക്റ്റ്. നൗ ഐ പെർസീവ് that this man is a holy man of God. വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കും. നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യം അതാണ്. ഒറ്റയടിക്ക് കയറി ഇവള് അഭിപ്രായം ഒന്നും പറയുന്നതല്ല. വളരെ ധനികയായ സ്ത്രീ എന്ന് അവിടെ എഴുതിയാലും അവിടെ ശരിയായിട്ടുള്ള അർത്ഥം ധനികയായ സ്ത്രീ എന്നല്ല എബ്രായ ഭാഷയിൽ. എ ഗ്രേറ്റ് വുമൺ, ഒരു ഉത്തമയായ മഹതിയായ ഒരു സ്ത്രീ എന്നാണ്. അപ്പൊ അവള് ചാടിക്കേറി അഭിപ്രായം പറയുന്ന ആളുകളല്ല. പലപ്പോഴും സഹോദരിമാര് പലപ്പോഴും ചാടിക്കേറി അഭിപ്രായം പറയുന്നവരാണെന്ന് നിങ്ങൾക്ക് സഹോദരിമാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ സ്ത്രീ അങ്ങനെ ആയിരുന്നില്ല. ഈ സ്ത്രീ ഒരു ക്ലോസ് വാച്ച്. ഒരു പക്ഷെ ഒരു മീറ്റിങ്ങിന് ഒക്കെ കണ്ടതായിരിക്കും. നമുക്കൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഒരു മീറ്റിങ്ങിന് കണ്ടാൽ തന്നെ അന്നേരത്തേക്ക് നമ്മുടെ ചിന്ത ഇയാൾ ഭയങ്കര വിശുദ്ധനാണ്, അതാണ് ഇതാണെന്നൊക്കെയാണ്. നമ്മൾ പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും അഭിപ്രായം എല്ലാം പറയുന്നത്. പക്ഷെ ഈ സ്ത്രീ ഒരു ക്ലോസ് വാച്ചിന് വേണ്ടി ആഗ്രഹിച്ചതുകൊണ്ട് എലീശായെ അവളുടെ ഭവനത്തിലേക്ക് ഒരു ഭക്ഷണത്തിന് വിളിച്ചു. ആ ഭക്ഷണത്തിന്റെ സമയങ്ങളില് അവൾ നോക്കുകയാണ് ഈ മനുഷ്യൻ എങ്ങനെയുള്ള വ്യക്തിയാണ്. സ്റ്റേജിൽ കാണുന്നത് പോലെയുള്ള ആളാണോ? കുറച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തെ ഭക്ഷണത്തിന്റെ കാര്യമല്ല, ഒരു പ്രാവശ്യം അവിടെ ഭക്ഷണം കഴിച്ചു നമ്മളവിടെ കാണുന്നത്. പിന്നത്തേതിൽ കൂടെ കൂടെ ആ വഴി പോകുമ്പോഴൊക്കെ അവൻ അവിടെ ഭക്ഷണത്തിന് കയറുമെന്ന്. ഇവർ 2 കൂട്ടർക്കും മനസ്സിലായി ഇവര് കുഴപ്പക്കാരല്ല. എലീശായ്ക്ക് മനസ്സിലായി ഈ സ്ത്രീയും കുഴപ്പക്കാരിയല്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അതാണ്. പല സമയത്തും വീടുകളിലൊക്കെ വിളിക്കുമ്പോൾ വീടുകളിൽ കുഴപ്പം ഉണ്ടാകരുതെന്നുള്ള നമ്മളോട് ആലോചിക്കണം, ഈ വിളിച്ച് പോകുന്നവരും ആലോചിക്കണം. അപ്പൊ ഇവൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്, അവൾ ഉത്തമയായ ഒരു മഹനീയ വനിതയാണ്. 2 ഭാഗത്തും. എന്നാൽ ഉത്തമനായ ഒരു ദൈവപുരുഷൻ എന്നുള്ള വിളി കേൾക്കുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണെങ്കിലും അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ വിളി കേൾക്കണമെങ്കിൽ അങ്ങനെ ഒരു ജീവിതം വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇയാളുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ചില പ്രത്യേകമായ കാര്യങ്ങൾ അവൾ കണ്ടെത്തി. അതുകൊണ്ട് അവൾ ഭർത്താവിനെ കണ്ടിട്ട് പറയുകയാണ്, നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്. കാരണം അയാളൊരു സിമ്പിൾ മനുഷ്യനാണ്. നമ്മൾ അയാൾക്ക് ഒരു മുറി പണിത് കൊടുക്കുക. പക്ഷെ ആ മുറി എങ്ങനെയുള്ളതായിരിക്കണം? വിശാലമായ ഒരു മുറി ആയിരിക്കണമെന്നല്ല പറയുന്നത്. പ്രത്യുത ഒരു ചെറിയ മുറി, മാളിക മുറി എന്ന് പറയുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ മാളിക എന്ന് പറയുമ്പോൾ വലുത് എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ മാളിക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മാളികയാണെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റർത്ഥമൊന്നുമില്ല, അതിന് 2 നിലകളുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് മാളിക എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ മാളിക മുറി എന്ന് പറയുന്നത് റൂഫിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മുറി എന്നുള്ളതേ ഉള്ളൂ. അതായത് വീടിന്റെ ഭാഗമായിട്ടുള്ള ഒരു മുറിയല്ല. വീടിനോട് ചേർന്നുള്ള റൂഫ് ചേംബർ, ഒരു ചേംബർ. അത് പുറത്തുനിന്ന് ആക്സസ് ഉള്ളതാണ്. അല്ലാതെ ഭവനത്തിനകത്തൂടെ കയറാതെ തന്നെ അവിടെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു റൂഫ് ചേംബർ. അപ്പോൾ ഇവള് എലീശ വിശുദ്ധനാണെന്ന് പറയാനുള്ള ഒരു കാരണം അയാൾ സിമ്പിൾ ആയിരുന്നു എന്നുള്ളതാണ്. സിംപ്ലിസിറ്റിയാണ് നമ്മളുടെ പഴയ പിതാക്കന്മാരുടെ ഒക്കെ കാലം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് സിംപ്ലിസിറ്റിയിലായിരുന്നു വിശ്വസിച്ചിരുന്നത്, അല്ലാതെ എഫ്ലുവൻസിലല്ല. നമ്മുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല. അവര് ആത്മികരായ ആളുകളായിരുന്നു. അവർ പെന്തക്കോസ്തിലേക്ക് വന്നത് കൃത്യമായ തിരിച്ചറിവോടുകൂടെയാണ്, ആത്മീകമായ ഒരു വെളിപ്പാടോടുകൂടെയാണ് അവർ വന്നത്. അതുകൊണ്ട് വലിയ സഭ വിട്ടേച്ച ഓലക്കീറുള്ള കെട്ടിടത്തിൽ പോയി ഇരിക്കാനൊന്നും അവർക്ക് മടിയില്ലായിരുന്നു. അവർക്കറിയായിരുന്നു ആ വലിയ കെട്ടിടങ്ങളിലും മറ്റും അവിടെ അല്ല അവർക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നത്. അവർക്ക് ഈ ചെറിയ ആ ലാളിത്യത്തിൽ ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇത് ഇട്ടേച്ച് പോകുന്നതിന് അവർക്ക് ഒരു മടിയും ഇല്ലായിരുന്നു, അതിനൊരു പ്രയാസമില്ല. അവരാരും ചിന്തിച്ചില്ല എന്നാ നമുക്ക് ഈ പള്ളി പോലെ ഒരു കെട്ടിടം പണിയാൻ പറ്റുന്നൊന്നും ആലോചിച്ചൊന്നും അല്ല ഇവരാരും വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പൊ ലാളിത്യത്തിന്റെ ഒരു അതാണ് വാസ്തവത്തിൽ
വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ ഒരു മാനദണ്ഡം തന്നെയാണ് ശരിക്കും പറഞ്ഞ ഈ ലാളിത്യം എന്ന് പറയുന്നത്. അവരാരും കസേര മോഹിച്ചു വന്നവരല്ല. അവർക്കാർക്കും രാഷ്ട്രീയ സ്വാധീനമില്ലായിരുന്നു. അവർക്കാർക്കും പണമില്ലായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ നിന്ന് മുടന്തനായ മനുഷ്യനോട് പറയുന്നത്, നീ പള്ളി വിട്ടേച്ച് വാടാ, ഞാൻ നിനക്ക് വേറൊരു വീട് പണിത് തരാമെന്നൊന്നുമല്ല, ഞാൻ നിനക്കൊരു കടയിട്ട് തരാമെന്നുമല്ല, അങ്ങനെയൊന്നും പറഞ്ഞൊന്നും അല്ലല്ലോ. അവരെന്താ പറഞ്ഞത്? ഞങ്ങളുടെ വന്നിട്ട് ഒരു ഗുണവും ഇല്ലെന്നാ പറഞ്ഞത്. ഞങ്ങളുടെ വന്നാൽ വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇല്ല. ഇല്ലേ? ചിലപ്പോൾ ആളുകളൊക്കെ പറയാറുണ്ട്, ചാരിറ്റി പ്രവർത്തനമൊക്കെ നല്ലതാ ബ്രദറെ, എന്നാലേ കുറച്ചുപേര് നമ്മുടെ കൂടെ കൂടത്തുള്ളൂ. പ്രിയമുള്ളവരെ, ചാരിറ്റി പ്രവർത്തനം കുഴപ്പമൊന്നുമില്ല. നമുക്ക് മനസ്സലിവ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം, മനസ്സലിവ് അത്യാവശ്യമാണ്. പക്ഷേ അത് ആളുകൾ യേശുവിനെ സ്വീകരിക്കാനുള്ളൊരു മുഖാന്തിരമാക്കാനൊന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല. രണ്ടും രണ്ടാണ്. നമ്മുടെ മനസ്സലിവിന്റെ പ്രദർശനമാണ് നമ്മൾ ആളുകളെ സഹായിക്കുന്നത്. അങ്ങനെ ആയിരുന്നല്ലോ. ഇന്ന് നമ്മൾ കാശുകാരാണ്. ഇന്നുള്ള ചാരിറ്റിയേക്കാൾ കൂടുതൽ ചാരിറ്റി നടന്നത് നമ്മുടെ പിതാക്കന്മാർ വിശ്വാസത്തിൽ വന്നപ്പോഴാണ്. അന്നവർ ഇല്ലായ്മയുടെ കാലത്ത് ഒരാളുടെ പെര മേഞ്ഞു കൊടുക്കണമെങ്കിൽ എല്ലാവരും കൂടെ പെരയുടെ മോളിൽ കിടന്ന് ഓരോരുത്തരുടെയും വീട്ടിൽ ഉള്ള ഓലയെല്ലാം കൊണ്ടുവന്ന്, അവർക്ക് ആകെ 10 മടൽ ഓല ഉണ്ടെങ്കിൽ അത് എന്താണ്, ആ സഹോദരന് വേണ്ടി കൊണ്ട് കൊടുക്കാനും മോളിൽ കയറി ഓല മേഞ്ഞു കൊടുക്കാനൊന്നും അവർക്ക് മടിയില്ലായിരുന്നു. അപ്പൊ അന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്തു. ഇന്നിപ്പം മനസാക്ഷിക്കുത്ത് തീർക്കാനാ, കള്ളത്തരം കാണിച്ച് കാശുണ്ടാക്കി കഴിഞ്ഞ് ഇച്ചിരി എന്തെങ്കിലും ചാരിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അങ്ങ് പ്രസാദിച്ചോളൂ എന്ന് വെച്ചാൽ ഇന്നത്തെ ചാരിറ്റിയൊക്കെ. ഞാൻ പറഞ്ഞത്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവര് ഈ അഫ്ലുവന്റ് ആയിട്ടുള്ള ലിവിങ് വിട്ട് കളഞ്ഞ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, അവർക്ക് ഒരിക്കലും ഈ അഫ്ലുവൻസിലേക്ക് മടങ്ങിപ്പോകാനുള്ള മോഹമൊന്നും ബാക്കിയില്ലായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? അവർക്ക് ദൈവ സാന്നിധ്യ ബോധമുണ്ടായിരുന്നു. അവർ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ആ നസ്രായനായ യേശുവിന്റെ നാമം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഭാഗം അതാണ്. എന്താണ് നസ്രായനായ യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഞാൻ ജനിക്കുമ്പോൾ എന്റെ മേൽ വന്നു വീഴുന്ന എന്റെ അപ്പന്റെ പേരുണ്ട്. സാജു ജോൺ മാത്യു എന്ന് പറഞ്ഞാൽ മാത്യു എന്ന് പറയുന്നത് എന്റെ അപ്പനാ. അപ്പോൾ എന്റെ അപ്പന്റെ പേര് വന്ന് വീഴുകയാണ്. അതുപോലെ വീണ്ടും ജനിക്കുമ്പോൾ എന്റെ മേൽ വന്ന് വീഴുന്ന എന്റെ പിതാവിന്റെ പേരാ യേശുവിന്റെ നാമം എന്ന് പറയും. ഞാൻ യേശുവിന്റെ പുത്രനാണ്, യേശുവിന്റെ മകനാണ്. യേശുവിന്റെ മകനാണെങ്കിൽ എന്റെ മേൽ വന്ന് വീണ് കിടക്കുന്ന അപ്പന്റെ പേരിന് കളങ്കം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല. അവന്റെ സ്വഭാവമായിരിക്കണം എന്നെ നയിക്കുന്നതായ കാര്യം. അവന്റെ ജീവിതമായിരിക്കണം ഞാൻ ജീവിക്കുന്നത്. അവന്റെ ശക്തി എക്സസൈസ് ചെയ്യാൻ എനിക്ക് കഴിയും. കാര്യം അവന്റെ അതോറിറ്റി അവൻ എന്റെ മേൽ തന്നിട്ടുണ്ട്. ഞാൻ ശക്തി മാത്രമല്ല, സ്വഭാവം ഇല്ലാത്തവന് ശക്തി കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എന്റെ നാട്ടില് എന്റെ അപ്പൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാനൊരു വീട്ടിൽ ചെന്നാലും അവർക്ക് എന്റെ ഈ പൈസ തരാനൊരു മടിയുമില്ല. പക്ഷേ 4 പ്രാവശ്യം കളിപ്പിച്ചാൽ പിന്നെ അപ്പൻ പറഞ്ഞെന്ന് പറഞ്ഞാലും തരത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കി കാണും ഞാൻ ചിന്തിക്കുന്നു. ഇന്ന് എന്താണ് പെന്തിക്കോസുകാരന് നാട്ടുകാരുടെ വിലയില്ലാത്തത്? യേശുവിന്റെ നാമമൊക്കെ പറയും, യേശുവിന്റെ നാമത്തിൽ എന്നൊക്കെ പറയും. പക്ഷേ യേശുവിന്റെ സ്വഭാവം കയ്യിലില്ല. യേശുവിന്റെ സ്വഭാവം കയ്യിലില്ലാതെ യേശുവിന്റെ നാമത്തിൽ നിന്നൊക്കെ കിടന്ന് അലച്ചു കൂട്ടൊന്നും ഒരർത്ഥവും ഇല്ല. യേശുവിന്റെ സ്വഭാവമുള്ളവനെ തീർച്ചയായും എന്താണ് ആളുകൾ ആദരിക്കും. യേശുവിനെ ആദരിക്കുന്നത് പോലെ ആദരിക്കും. അതിനകത്ത് ഒരു സംശയമില്ല. അപ്പോൾ യേശുവിന്റെ സ്വഭാവമുള്ള വ്യക്തികളായി, യേശുവിന്റെ അതോറിറ്റി എടുക്കാൻ കഴിവുള്ളവരായി, യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ ആ നസറായനായ യേശുവിന്റെ നാമം വഹിച്ചുകൊണ്ടാണ് ശരിക്കും നമ്മുടെ പഴയ പിതാക്കന്മാര് അവരുടെ ജീവിതത്തെ ദൈവികമായി മുന്നോട്ട് കൊണ്ടുപോയെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മൾ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് 100 കൂട്ടം കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത്, നമുക്ക് 10 ലക്ഷം വോട്ടർമാരുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയ പിടിപാടുണ്ട്, ഞങ്ങൾക്കും വേണം ഒരു MLA. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇല്ല, ഞങ്ങൾക്ക് MLA വേണമെന്ന്. നമുക്ക് MLA ഉണ്ടായിട്ട് എന്ത് കൊടുക്കാനാ? എന്തോ ഉണ്ടാക്കിയതൊക്കെയാണ് എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം. നമുക്കൊരു MLA ഉണ്ടായിട്ട് എന്ത് കൊടുക്കാനാ? MLA ഉള്ളവന്മാർക്ക് കണ്ട് ഗുണം അവരുടെ സമുദായത്തിനില്ല, പിന്നെ ഇല്ലേ? ഇതൊന്നും വല്ല ഗുണവും ഉണ്ടായിട്ട് വല്ലതും ആണോ? എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഇതെല്ലാം ഒരു ഡീവിയേഷനാണ്, ആത്മീയതയിൽ നിന്നുള്ള മടങ്ങിപ്പോക്കാണ് എന്നുള്ളതിന് സംശയമില്ല. നമുക്ക് നമ്മുടെ ലാളിത്യത്തിന്റെ ആ പഴയ കാലത്തേക്ക് പോകാൻ കഴിയുന്നെങ്കിൽ അതാണ് ഭാഗ്യം. അല്ലാതെ അഫ്ലുവൻസിലേക്ക് പോവുക എന്നുള്ളതല്ല നമുക്കുള്ള ഉത്തരമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ലാളിത്യത്തിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ സഭ പണിയേണ്ടത് കസേര കൊണ്ടല്ല, നമ്മൾ സഭ പണിയേണ്ടത് അധികാരം കൊണ്ടല്ല, നമ്മൾ സഭ പണിയേണ്ടത് പണം കൊണ്ടല്ല, നമ്മൾ സഭ പണിയേണ്ടത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടല്ല, നമ്മൾ സഭ പണിയേണ്ടത് നസറായനായ യേശുവിന്റെ നാമം കൊണ്ടായിരിക്കണം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയുമെന്നാ പറയുന്നത്, അല്ലാതെ പണം എന്റെ സഭയെ പണിയുമെന്നല്ല പറഞ്ഞത്. കൗൺസിൽ എന്റെ സഭയെ പണിയുമെന്നല്ല പറഞ്ഞത്. ഞാൻ എന്റെ സഭയെ പണിയും.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയെ പണിയുന്നത് കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതം, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം, നമ്മുടെ ആത്മീയത തകരുകയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ശൂന്യംകാരത്തി പറയുന്ന എലീശായിക്ക് ഒരു മുറി പണിയണമെന്ന് പറയുമ്പോൾ ആ മുറി എങ്ങനെയുള്ളതായിരിക്കണമെന്നുള്ളതിനെ പറ്റി ശൂന്യംകാരത്തി പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത് പറയുന്നത്, ഇറ്റ് ഷാൽ ബി എ സ്മോൾ ചേംബർ വിത്ത് വാൾസ്. അത് ഒരു ചെറിയ മുറി മതി. എന്തുകൊണ്ട് ഒരു ചെറിയ മുറി മതി? ബിക്കോസ് എലീശായെ കുറിച്ച് അവൾ മനസ്സിലാക്കിയിടത്തോളം അവൻ ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തനാണ്. ഒരു വിശുദ്ധിയുടെ ഒരു അടയാളം എന്ന് പറയുന്നത് സംതൃപ്തിയാണ്. സംതൃപ്തിയുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വിശുദ്ധിയുടെ ഒരു അടിസ്ഥാന തത്വമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. ഒരു വിശുദ്ധനായ മനുഷ്യൻ സംതൃപ്തനായ ഒരു മനുഷ്യനായിരിക്കും. സംതൃപ്തി ഇല്ലാത്തവന് വിശുദ്ധനാകാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ എലീശായെ പോലെ വിശുദ്ധനാകണമെങ്കിൽ എലീശായെ പോലെ സംതൃപ്തനായിരിക്കണം. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സംതൃപ്തിയാണ്. നമുക്കിന്ന് ഒരു കാര്യത്തിൽ സംതൃപ്തിയില്ല. വ്യക്തിജീവിതം തൊട്ട് സഭ തൊട്ട് എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു പ്രശ്നം അതാണ്. നമ്മുടെ സംതൃപ്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താ സംതൃപ്തി ഇല്ലാതെ വരുന്നത്? മോഹങ്ങൾ ബാക്കി കിടക്കുന്നത് കൊണ്ടാണ് എന്തില്ലാത്തത്? സംതൃപ്തി ഇല്ലാതെ വരുന്നത്. സംതൃപ്തിയും മോഹവും വിരുദ്ധ ചേരിയിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, മോഹങ്ങൾക്ക് അവസരം കൊടുക്കുന്ന, മോഹങ്ങളെ ഉലയൂതി കത്തിപ്പിക്കുന്ന, ജ്വലിപ്പിക്കുന്ന പ്രവാചകന്മാരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത്. ഒരു പ്രവാചകൻ എപ്പോഴും പരിശ്രമിക്കേണ്ടത് അവൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾക്കുള്ള ഭൗതിക മോഹങ്ങളെ കെടുത്തിക്കളയുകയാണ്. കാരണം ഈ കാലയളവിൽ സഭകളിൽ പറ്റിയത് ഭൗതിക മോഹങ്ങൾ വളർന്നു വന്നതാണ്. നിങ്ങളൂടെ ചെന്ന് 2012 7-ാം മാസത്തിൽ നിനക്ക് വേണ്ടി വലിയ ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവൻ പിന്നെയും ഭൗതിക മോഹങ്ങൾ വളരുകയാണ്. അതല്ല നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. അവനിൽ സ്വർഗത്തിന്റെ വിത്ത് പാകാനാണ്, നിത്യതയെക്കുറിച്ചുള്ള ദർശനം അവന് കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. എല്ലാ പ്രവാചകനും മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്ന പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പ്രവചനം എന്നുള്ളത് എന്തിനു വേണ്ടി ആയിരിക്കണം? ഭൗതിക മോഹങ്ങളിൽ നമ്മളെ മാറ്റി നിർത്താനായിരിക്കണം, അല്ലാതെ ഭൗതിക മോഹങ്ങൾ ഊതിപ്പെരിപ്പിക്കാനായിട്ട് ആകരുത്. മോഹങ്ങളാണ് എല്ലാ അസംതൃപ്തിയുടെയും കാരണം. മോഹങ്ങളില്ലെങ്കിൽ അസംതൃപ്തി ഉണ്ടാകുന്നില്ല. വേദപുസ്തകത്തിന്റെ കാതലായ തത്വമാണ് മോഹിക്കരുതെന്ന് പറയുന്നത്. കാര്യം മോഹിക്കുന്നവൻ എപ്പോഴും അസംതൃപ്തി ഉണ്ടാകും. അത് വ്യക്തിജീവിതം തൊട്ട്, വ്യക്തിജീവിതത്തിലെ ഒരു വലിയ പ്രശ്നമാണ് എന്ന് വെച്ചാൽ, നമുക്ക് ഇന്നുള്ളത് കൊണ്ട് നമ്മൾ സംതൃപ്തരല്ല. ഇതാണ് ഒരു വലിയ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഇന്നുള്ളത് കൊണ്ട് നമ്മൾ സംതൃപ്തരല്ല. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഇന്ന് എന്ത് ആവശ്യമുണ്ടോ അത് ഇന്ന് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നാളെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് തന്നു കാണത്തില്ല. പക്ഷെ ഇന്ന് ആവശ്യമുള്ള കാര്യം ദൈവം ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ കർത്താവിന് നമുക്ക് എപ്പോഴും നന്ദി പറയാനായിട്ട് പറ്റും. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ എക്കണോമിക്സ് ആണ് കോളേജിൽ ചെയ്തത്. കോളേജിൽ ഞാൻ പഠിച്ചത് എക്കണോമിക്സ് ആണ്. പിന്നീടാണ് ഞാൻ ജേർണലിസത്തിന് പോയത്. അപ്പൊ ഈ എക്കണോമിക്സിനകത്തെ ഒരു തത്വം ഞാൻ ഇപ്പോഴും പലപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴയ കാലത്തെ നമ്മുടെ ചെലവുകളും വരുമാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഇപ്പോഴുള്ളതുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. എക്കണോമിക്സിലെ Y എന്ന് പറഞ്ഞാൽ ഇൻകം എന്നാണ്, E എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്. പഴയ കാലത്ത് E വാസ് ഈക്വൽ ടു Y. പഴയ കാലത്ത് വരുമാനം അനുസരിച്ചായിരുന്നു നമ്മൾ ചെലവഴിച്ചിരുന്നത്. കാര്യം വരുമാനം അനുസരിച്ചല്ലാതെ ചെലവാക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഉള്ളതനുസരിച്ചല്ലേ ചെലവാക്കാൻ പറ്റുള്ളൂ. എന്നാൽ നേരത്തെ എന്റെ ഇന്നത്തെ വരുമാനമായിരുന്നു എന്റെ ഇന്നത്തെ ചെലവിന്റെ അടിസ്ഥാനമെങ്കിൽ, ഇപ്പോൾ E ഈസ് ഈക്വൽ മൈ ഫ്യൂച്ചർ Y. എനിക്ക് നാളെയുള്ള വരുമാനം എന്തായിരിക്കുമെന്ന് ആലോചിച്ച് ഇന്ന് ഞാൻ ചെലവഴിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നവൻ എന്താ പറയുന്നത്? ഇന്ന് എന്റെ ഈ കാശില്ല, പക്ഷെ നാളെ എനിക്ക് കാശ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ തുടങ്ങി? നാളെ എനിക്കുള്ള വരുമാനം എന്തായിരിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ഇന്ന് ചെലവഴിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അവിടം തൊട്ടാണ് സകല പാളിച്ചകളും ആരംഭിക്കുന്നത്. എന്നാൽ അതിനും ശേഷം സംഭവിച്ച ഒരു വലിയ കാര്യമുണ്ട്. അതിനകത്ത് എക്കണോമിക്സിനകത്ത് പറയുന്നത് മൈ എക്സ്പെൻഡിച്ചർ ഈസ് ജോൺസസ് ഇൻകം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇന്നത്തെ ചെലവ് എന്റെ അയൽക്കാരന്റെ ഇൻകം വർദ്ധിക്കുന്നതനുസരിച്ച് മാറുമെന്ന്, അയൽക്കാരന്റെ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് എന്റെ ചെലവ് മാറുമെന്ന്. അതാ ഇന്നത്തെ പ്രശ്നം. അയൽക്കാരന് വരുമാനം വർദ്ധിക്കുമ്പോൾ അവൻ കാറ് മാറും,
എന്റെ വരുമാനം വർദ്ധിച്ചിട്ടില്ല, പക്ഷെ ഞാനും കാറ് മാറ്റും. എനിക്ക് നാളെ വരുമാനം ഉണ്ടാകുമോ എന്നും, നേരത്തെ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എന്റെ ഫ്യൂച്ചർ ഇൻകം എങ്കിലും ഞാൻ നോക്കുമായിരുന്നു. ഇപ്പൊ അതുമില്ല, ഒന്നും നോക്കുന്നില്ല. അയൽക്കാരന്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ എന്റെ ചെലവ് വർദ്ധിക്കുകയാണ്. ഇതാ ഇന്നത്തെ പ്രോബ്ലം. ശരിയല്ല ഞാൻ പറയുന്നത്? അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം എന്താണ്, അയൽവക്കക്കാരൻ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എനിക്ക് വേണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിനോട് മോഹമുണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കേണ്ടതിന് ഞാൻ എന്തും കാണിക്കുന്നു. അയൽക്കാരനുള്ള സുഖങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എനിക്ക് വേണമെന്ന് വെച്ച് ഞാൻ എന്തും കാണിക്കുന്നു. അവന്റെ വീട് പോലെ, അവന്റെ കാറ് പോലെ, അവന്റെ ഫ്രിഡ്ജ് പോലെ, അവന്റെ ഫർണിച്ചർ പോലെ ഓരോന്ന് കാണുമ്പോഴും എനിക്ക് ഇൻകം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനിന്ന് നോക്കുന്നില്ല. എനിക്ക് നാളെ ഇൻകം ഉണ്ടോ എന്ന് പോലും ഞാൻ നോക്കുന്നില്ല. ഇത് ഞാൻ വേദപുസ്തകത്തിന്റെ തത്വവും മറ്റും അല്ല പറയുന്നത്. ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് എക്കോണമിസ്റ്റുകൾ പറഞ്ഞ ഒരു വളരെ തമാശ കലർന്ന ഒരു യാഥാർത്ഥ്യമാണ്. തമാശയൊന്നും യാഥാർത്ഥ്യമല്ലെന്നില്ല. ചില തമാശകൾ എന്താണ്, ഭയങ്കര യാഥാർത്ഥ്യമാണ്. അതിനകത്തെ ഒരു കാര്യമാണ്, മൈ എക്സ്പെൻഡിച്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ജോൺസസ് ഇൻകം. എന്റെ ചെലവ് അയൽക്കാരന്റെ വരുമാനത്തിനനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടല്ലയോ ഇന്നത്തെ ഈ ആത്മഹത്യകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം. ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് 35 കൊല്ലം മുമ്പൊക്കെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അന്ന് 30 കൊല്ലം മുമ്പൊക്കെ ഒരു കോളേജ് പഠിക്കുമ്പോൾ ആരെങ്കിലും പിള്ളേർ ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ ഉടനെ ഞാനിച്ചിരി പച്ചയായിട്ട് പറയാം, നമ്മൾ ചോദിക്കും അവൻ ആരുമായിട്ടായിരുന്നടാ കമ്പനി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ അഫെയർ നഷ്ടപ്പെടുമ്പോഴും പൊട്ടുമ്പോഴും ഒക്കെയാണ് എന്ത് പോയി സൂയിസൈഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതിനൊന്നും പിള്ളേരെ കിട്ടത്തൊന്നുമില്ല. ഇന്നിപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ പോലും നമുക്ക് ഇല്ല. ഇന്നിപ്പം അതിന്റെ പേരിലൊന്നും പോയി ആരും സൂയിസൈഡ് ചെയ്യത്തില്ല. ഇന്നിപ്പോൾ ആരെങ്കിലും സൂയിസൈഡ് ചെയ്താൽ നമ്മൾ ചോദിക്കുന്നത് അവൻ ഏത് ബ്ലേഡ് ബാങ്കിൽ നിന്നാണ് പൈസ എടുത്തതെന്നാണ് ചോദിക്കുന്നത്. കാര്യം ഇതുപോലുള്ള അഫ്ലുവൻസിന്റെ മോഹത്തിൽ അവൻ ചെന്ന് ചാടിയിട്ട് അവിടുന്ന് ഇവിടുന്നും പണം കടം വാങ്ങിച്ച് ഒടുവിൽ എന്ത് ചെയ്യുന്നു, ഒടുവിൽ പോയി സൂയിസൈഡ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് ഉണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി എപ്പോഴും അവന്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എന്താ അതിനെക്കുറിച്ച് വരുമാനമില്ലാതെ ചെലവാക്കുന്ന ഒരു വിശ്വാസി എന്താണെങ്കിലും അത് നഷ്ടത്തിലാ, അല്ലെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നമുക്കിന്ന് നൽകിയിരിക്കുന്ന വരുമാനം ദൈവം നൽകിയിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ ചെലവിന് ആവശ്യമുള്ളതാണ്. അതിനുള്ള കാര്യം അവൻ തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ദൈവം അത് ചെയ്യുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. എന്തുകൊണ്ടാണ്? മോഹങ്ങളാണ് നമുക്ക് അസൂയ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം അസൂയയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അയൽക്കാരന്റെ തൂർത്ത് കണ്ട് നമ്മൾ അസൂയപ്പെടുന്നു, മോഹിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിച്ച് നമ്മൾ ആകെപ്പാടെ വീണ്ടും കുടിലമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, കള്ളത്തരങ്ങൾ കാണിക്കുന്നു. എല്ലാ കാര്യങ്ങളുടെയും തകർച്ചയുടെ എല്ലാം കാരണം ഈ മോഹമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ന് സഭയിൽ കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് നമ്മുടെ ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട്, നമുക്കുള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ. ഇതൊക്കെയാ സഭയിൽ പഠിപ്പിക്കേണ്ടത്. നമ്മൾ വേദപുസ്തകം ഒന്ന് വായിച്ചു നോക്കിയേ. വേദപുസ്തകത്തിൽ ആത്മാവിന്റെ കാര്യങ്ങൾ മാത്രമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ പ്രായോഗികമായ കാര്യങ്ങളാണ് പൗലോസ് പറയുന്ന നല്ലൊരു ശതമാനം കാര്യങ്ങൾ ഇല്ലേ. ആത്മീയത ലോകത്തിൽ എങ്ങനെ ആത്മീകനായി ജീവിക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ ആത്മാവിന്റെ വലിയ വലിയ യാഥാർത്ഥ്യങ്ങൾ ഓഫ് കോഴ്സ് പൗലോസ് പറയുന്നുണ്ടെങ്കിലും ഭൗതികമായ അല്ലെങ്കിൽ ഇടപെടലുകൾ, നമ്മൾ ലോകത്തിൽ ഇടപെടുമ്പോൾ ലോകത്തോടുള്ള നമ്മുടെ ഇടപെടലുകൾ എത്ര ക്ലീൻ ആയിരിക്കണമെന്നും ആത്മീയമായ നമ്മുടെ ജീവിതത്തെ എങ്ങനെ അത് പ്രതിഫലിപ്പിക്കണമെന്നും കൃത്യമായിട്ട് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ സഭയിൽ എന്താ പഠിപ്പിക്കാത്തത്? അതാ എന്റെ ചോദ്യം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പെന്തക്കോസ്ത് വരുന്ന സമയത്ത് പിതാക്കന്മാരുടെ ജീവിതാനുഭവങ്ങളെ ഒക്കെ ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. 1940 38 മറ്റോ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിവേ, ഇൻ 30s 1930കളിലെ ഒരു ന്യൂ ഇയർ മെസ്സേജ് പാസ്റ്റർ കെ എബ്രഹാം പറഞ്ഞത് സിയോൻ കാഹളത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പഴയ സിയോൻ കാഹളം എല്ലാം അരിച്ചു പുറക്കി വായിച്ചിട്ടുണ്ട്. അന്ന് ആദ്യത്തെ സിയോൻ കാഹളം യഥാവസര ലേഖ മുതലുള്ള എല്ലാ പുസ്തകങ്ങളും അന്ന് ഞാൻ കാണാതെ എല്ലാ കാര്യങ്ങളും അരച്ച് കലക്കി വായിച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള എല്ലാ മാസികകളും നോക്കിയിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഒരു ന്യൂ ഇയർ മെസ്സേജ് കെ എബ്രഹാം കുമ്പനാട് സഭയിൽ പ്രസംഗിച്ചത് ചിങ്ങമാസം 1-ാം തീയതി പ്രസംഗിച്ചത്. അന്ന് ചിങ്ങമാസത്തിലാണ് ന്യൂ ഇയർ നടക്കുന്നത്. ഇപ്പോഴാണല്ലോ ഡിസംബർ 31. അന്ന് ചിങ്ങമാസത്തില് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം ഒരു സിയോൻ കാലത്ത് ഞാനത് പെന്തക്കോസ്ത് ചരിത്രത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സ്ത്രീധനത്തിനെതിരായിട്ടാണ് അദ്ദേഹം അന്ന് പ്രസംഗിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ന്യൂ ഇയർ മെസ്സേജ്
നമ്മളാണെങ്കിൽ ഒരു ന്യൂ ഇയറിന് ആരെങ്കിലും ശ്രീധരത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ടോ ഒക്കെ പ്രസംഗിക്കുമോ? എനിക്കറിയത്തില്ല. പക്ഷേ തൻ്റെ കീഴിൽ വന്നിരിക്കുന്നതായ ജനങ്ങൾ എങ്ങനെ ആത്മീയത സാധാരണ ജീവിതത്തിൽ പ്രകടിപ്പിക്കണമെന്ന് ബോധ്യമുള്ളവരായിരുന്നു, അല്ലെങ്കിൽ ദേ വർ മച്ച് കൺസേൺഡ് അബൌട്ട് അവർ പ്രാക്ടിക്കൽ ലൈഫ്. നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ പ്രായോഗിക ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ ബോധ്യമുള്ളവരായിരുന്നു. എങ്ങനെ നമ്മൾ പ്രായോഗികമായി ജീവിക്കണം എന്നുള്ളത് അവർ പഠിപ്പിച്ചിരുന്നു. അല്ലാതെ അവര് വെറുതെ തുള്ളിപ്പാടാൻ വേണ്ടി മാത്രം ഒന്നും അല്ല ആരാധനാ യോഗം കൂടിയിരുന്നത്. നമുക്കിന്ന് ആകെപ്പാടെ ആരാധനാ യോഗത്തിന് വന്നൊരു തുള്ളിപ്പാട്ടല്ലാതെ വേറെ എന്തോ ഉള്ളത്. അതിന് യോജിക്കുന്ന രീതിയിൽ വേദപുസ്തകത്തെ ആരാധിക്കാനും, ആരാധിച്ചില്ലെങ്കിൽ ദൈവം ഇസ്രായേലിന്റെ സ്തുതികളുടെ മേലെ വസിക്കുന്നത് നീ ആരാധിച്ചുകൊണ്ടിരുന്നോണം, ഇല്ലെങ്കിൽ അദ്ദേഹം താഴെ വീഴുമെന്നൊക്കെ രീതിയിലൊക്കെ പറയുകയും, നിങ്ങൾ ദൈവം താഴെ വീഴും, ദൈവത്തിന്റെ കസേര നിന്റെ സ്തുതിയാ, നീ സ്തുതിച്ചില്ലേ ദൈവം താഴെ വീഴുമെന്ന് പേടിച്ചൊന്നും ആരും ആരാധിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ആരാധിച്ചില്ലെന്ന് വെച്ച് ദൈവത്തിന് ഒരു നഷ്ടവും ഉണ്ടാകാനില്ല. അവൻ ദൂതന്മാരുടെ ആരാധനയിൽ പോലും അവന്റെ മനസ്സ് മാറിയിട്ടില്ല, പിന്നാണോ മനുഷ്യന്റെ ആരാധനയിൽ ദൈവത്തിന്റെ മനസ്സ് മാറുന്നത്? നമ്മളൊന്നും ദൈവത്തെ ആരാധിച്ച് ഒന്നും മാറ്റിയെടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആരാധിക്കുമ്പോൾ വിടുതൽ നോക്കുക, പാട്ട് പാടാനേ കൊള്ളത്തുള്ളൂ. വിടുതൽ കിട്ടുമ്പോൾ ആരാധിക്കുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീ ആരാധിക്കുന്ന അനുസരിച്ചൊന്നും അല്ല വിടുതൽ കിട്ടുന്നത്. ആരാധനയും വിടുതലും തമ്മിൽ ബന്ധമൊന്നുമില്ല. വിടുതൽ ഇല്ലെങ്കിലും ആരാധിക്കുന്നതാണ് ആരാധന. ചങ്ങലയിൽ കിടന്ന പൗലോസും ശീലാസും ഞങ്ങൾ പാട്ട് പാടിയാൽ വിടുതൽ കിട്ടുമെന്ന് വെച്ചാണോ ആരാധിച്ചത്? നിങ്ങൾ എന്തോ ഓർത്തുണ്ടോ? വേദവസം വായിക്കുമ്പോൾ അല്പമെങ്കിലും ബോധം ഉണ്ടായിരിക്കണം. വെറുതെ അതും ഇതും ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. ചങ്ങലയിൽ കിടന്ന പൗലോസും ശീലാസും ഞങ്ങളൊന്ന് കൈകൊട്ടി പാടി ആരാധിച്ചാൽ അന്നേരം ഇതിന്റെ ചങ്ങല അഴിയും, ബന്ധനം അഴിയും എന്നൊക്കെ ചിന്തിച്ചോണ്ടാണോ ഇത് ആരാധിച്ചത്? ഒന്നുമല്ല. അവര് ദൈവത്തെ ആ പ്രതികൂല സാഹചര്യത്തിൽ അവരുടെ ഹൃദയത്തിൽ കർത്താവിനോട് നന്ദിയുള്ളവരായിരുന്നത് കൊണ്ട് ആ നന്ദിയുടെ പ്രകാശനമാണ് ആരാധന, അല്ലാതെ ബന്ധനം അഴിയാനൊന്നും ആരാധിച്ചൊന്നും അല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് പറയാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോ പ്രായോഗികമായ ജീവിതത്തെക്കുറിച്ച് ഒരാളും സംസാരിക്കുന്ന പോലും ഇല്ല. എല്ലാവരും പറയുന്നത് സഭയ്ക്കുള്ളിലിരുന്ന് ആരാധിച്ച്. സഭയ്ക്കുള്ളിലെ ആരാധന ഞാനിപ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഭയ്ക്കുള്ളിലെ ആരാധന എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ ഞാൻ സാധാരണ പറയുന്നത് ഇത് ട്രെഡ്മില്ലിലെ ഓട്ടം പോലാന്ന്. ട്രെഡ്മില്ല് അറിയാമല്ലോ, നമുക്കിപ്പോൾ എക്സസൈസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ വീട്ടിലും സാധാരണ വാങ്ങിച്ചു വെക്കും. എന്തോ ആണ് ട്രെഡ്മില്ല് വാങ്ങിച്ചു വെക്കും. നേരത്തെ നമ്മൾ പാടത്ത് പോകുന്നു, അവിടെ പോകുന്നു, നടക്കുന്നു, അതുകൊണ്ട് നമുക്ക് എക്സസൈസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരു എക്സസൈസും ഇല്ല. അടുക്കളയിലും ഇല്ല എക്സസൈസ്, എല്ലാം മെഷീനാണ് ചെയ്യുന്നത്. പുറത്തും ഇല്ല എക്സസൈസ്, എല്ലാം അങ്ങനെ ആകെപ്പാട്. അതുകൊണ്ട് നമ്മൾ എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നു, ഒരു ട്രെഡ്മില്ല് വാങ്ങിച്ചു വെച്ചിരിക്കും. എന്തിനാണ്? എക്സസൈസിന് വേണ്ടി. ഈ ട്രെഡ്മില്ല് കയറിയാലുള്ള പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിയർക്കും, നമുക്ക് ഭയങ്കര ഒരു സംതൃപ്തി. ഇന്ന് ട്രെഡ്മില്ലേ കയറി ശരീരത്തിനൊക്കെ ഒരു ആയാസമൊക്കെ കിട്ടി, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒന്ന് വിയർത്തു, അധ്വാനിച്ചു എന്നുള്ള ഒരു മാനസിക സംതൃപ്തി നമുക്ക് ഉണ്ടാകും. അതിന്റെ മീറ്റർ ഉണ്ട്. ആ മീറ്റർ നോക്കുമ്പോൾ ഞാനിപ്പോൾ 8 കിലോമീറ്റർ ഓടിയെന്ന് കാണും. 8 കിലോമീറ്റർ ഓടി. ആ 8 കിലോമീറ്റർ ഓടി എന്നുള്ള ആ വലിയ സന്തോഷത്തിലൊക്കെ നിർത്തി ഇറങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് കയറിയെടുത്ത് തന്നെയാണ് നിൽക്കുന്നതെന്ന്. ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ സഭയിലെ ആരാധനയൊക്കെ. സഭാ ഹോളിൽ നിന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ 8 കിലോമീറ്റർ അവൻ നടക്കുക, അല്ലെങ്കിൽ ഓടുകയാണ്, ട്രെഡ്മില്ലിൽ ഓടുക. പക്ഷേ ചെടിപ്പിട്ടുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ഇങ്ങോട്ട് കയറിയതുപോലെ തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. ആ ആരാധന കൊണ്ട് എന്തോന്ന് ഗുണമാണ്? ഞാനതാ ചോദിക്കുന്നത്. നിങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടതാണ് ആരാധന, നിങ്ങളെ വ്യത്യാസപ്പെടുത്തേണ്ടതാണ് ആരാധന. അല്ലാതെ ഇതിനകത്ത് കയറുമ്പോൾ കാണിക്കേണ്ട കസർത്തല്ല ആരാധന. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പാട്ട് പാടുകയോ ആരാധിക്കുകയോ, നിങ്ങൾ ആടുകയോ പാടുകയോ തുള്ളുകയോ എന്ത് വേണം ചെയ്തോ, പക്ഷേ ഇതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുന്നൊന്നും ആരും ചിന്തിക്കണ്ട. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ എന്താ ഗുണം? ഒരു സ്വാഭാവികമായ ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടി ആയിരിക്കരുത് നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. കാരണം വേദപുസ്തകത്തിൽ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി ആരാധിക്കുന്നവൻ ദുർമോഹിയാണ്, അല്ലാതെ എന്തോന്ന്? കാര്യസാധ്യത്തിന് വേണ്ടി ഉപവാസം എടുക്കുന്നവൻ ദുർമോഹിയാണ്, അല്ലാതെ എന്തോന്ന്? ഉപവാസമെടുത്ത് കാര്യം സാധിക്കാമെന്ന് ചിന്തിക്കുന്നവന്റെ ഉള്ളിൽ കിടക്കുന്നത് മോഹമല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലയോ, ഈ സ്വോത്രകാഴ്ച പാത്രത്തിൽ നീ കൊണ്ടുവന്ന ഏറ്റവും വലിയ നോട്ടിന് നിനക്ക് 1 വെച്ചാൽ 100 കിട്ടും എന്ന് പറയുമ്പോൾ, എന്നാ കിട്ടട്ടെന്ന് വെച്ച് ഈ സ്വോത്രകാഴ്ച പാത്രത്തിൽ 500 രൂപ ഇടുന്നോൻ, അത് കേട്ടാ ഇടുമോന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി പ്രാവശ്യം ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഇടുന്നൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വോത്രകാഴ്ച പാത്രത്തിൽ 1000 ഇടുക, എനിക്കൊരു 1,00,000 രൂപയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനൊരു 1000 രൂപ സ്വോത്രകാഴ്ച കിട്ടേക്കാമെന്ന് വെച്ചാൽ നീ ഒരു പക്കാ ബിസിനസ്സുകാരനല്ലേ? അല്ലാതെ എന്തോന്നാണ്? കിട്ടാൻ വേണ്ടി കർത്താവിന് കൊടുത്താൽ ദൈവം പ്രസാദിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ബിസിനസ് കളിക്കുകയല്ലേ?
അപ്പോൾ നിങ്ങൾ ദുർമോഹിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വോത്രകാഴ്ച ഇടുമ്പോൾ ഇതിട്ടാൽ നിനക്ക് അത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് സ്വോത്രകാഴ്ച ഇടിപ്പിക്കുന്ന ആള് ഈ വിശ്വാസികളുടെ മനസ്സിൽ വീണ്ടും മോഹം വിതറുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കണം. ലാഭക്കൊതിയോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നെന്ന് വേദോസം പറഞ്ഞിട്ടില്ല. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ, അവനൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നത്. വിധവ അവളുടെ അവസാനത്തെ കയ്യിലെ പൈസ വിട്ടപ്പോൾ ഇത്രയും കൊടുത്താൽ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞാണ് അവൾ കൊടുത്തത്. ഒന്നുമല്ല. നമ്മൾ വേദപുസ്തകത്തിന്റെ അന്തസത്ത മനസ്സിലാക്കണം, അതിനുള്ളിലെ ആത്മാർത്ഥത മനസ്സിലാക്കണം. അങ്ങനെ ഒരു ലൈഫായിരിക്കണം നമ്മൾ നയിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വലുത് ധനമഹിമയുള്ളവരാകുന്നതല്ല, ഏറ്റവും വലിയത് പണക്കാരനാകുന്നതല്ല, ഏറ്റവും വലിയത് കസേര കളിക്കുന്നതല്ല, ഏറ്റവും വലിയത് സംതൃപ്തി ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. സംതൃപ്തി ഉള്ളതാ വലിയ കാര്യം, ധനികനാകുന്നതല്ല വലിയ കാര്യം. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ. എത്ര പേര്, ഇത് വേദപുസ്തകത്തിലെ വാക്യമാണ്, നമ്മൾ മനസ്സിലാക്കണം, വേറെ ഒന്നുമല്ല. ഈ വാക്യം എത്ര പേര്, നിങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സഭയിൽ ഈ വാക്യം വെച്ച് ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? ഈ വാക്യം വെച്ച് ഒരു പ്രസംഗം കേട്ടയാൾ, ഒരു പാസ്റ്റർ വന്നിട്ട് ഈ വാക്യം വെച്ച് നിങ്ങളുടെ സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നതാ, ഇതാണ് പ്രോബ്ലം, ഇതാണ് പ്രശ്നം. എന്നാൽ എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ മലാക്കി പ്രവചനത്തിൽ എന്താ, എൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ, ഞാൻ സ്ഥലം പോരാതെ അനുഗ്രഹിക്കും, അത് എത്രയോ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ എന്നുള്ള ഈ വാക്യം വെച്ച് ഒരു പാസ്റ്റർ പ്രസംഗിച്ച് നിങ്ങൾ ഓർത്ത് നോക്ക്. അതെന്താ? അവിടെയാ ഞാൻ പറഞ്ഞത്, നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് അകന്നു പോവുകയാണെന്ന്. എലീശ സംതൃപ്തനായ ഒരു മനുഷ്യനായിരുന്നത് കൊണ്ടാണ് അവന് വിശുദ്ധനാകാൻ പറ്റിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശുദ്ധനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമുള്ളത് സംതൃപ്തരാവുക എന്നുള്ളതാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതും ആയിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഇത് വേദപുസ്തകത്തിലെ വാക്യമായി പറയുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. കാരണം എനിക്ക് ഇന്ന് എന്താവശ്യമുണ്ടോ അത് എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംതൃപ്തിയുള്ളവനും നന്ദിയുള്ളവനുമായിരിക്കും. ഞാൻ നന്ദിയുള്ളവനാണ്. മോഹമുള്ളവൻ ഒരിക്കലും നന്ദി ഉണ്ടാകത്തില്ല. മോഹമുള്ളവൻ ഒരിക്കലും മോഹമുള്ളവൻ എപ്പോഴും കാണുന്നത് എനിക്കുള്ളതല്ല, എനിക്കില്ലാത്തതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. മോഹമുള്ളവൻ എപ്പോഴും കാണുന്നത്, അവൻ നോക്കുന്നത് എനിക്ക് ഉള്ളതിലേക്കല്ല, എനിക്ക് എന്തില്ലയോ അതാണ്. എനിക്ക് എന്തുണ്ട് എന്നല്ല അവൻ കാണുന്നത്, എനിക്ക് എന്തില്ല എന്നാണ് അവൻ കാണുന്നത്. അതുകൊണ്ടാണ് അവന് മോഹം ഉണ്ടാകുന്നത്. എനിക്ക് എന്തില്ല എന്ന് നോക്കുന്നവൻ ഒരിക്കലും എന്തുണ്ടാകാൻ പറ്റത്തില്ല, സംതൃപ്തി ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു തത്വമായിട്ട് നമ്മൾ എടുക്കണം, നമ്മുടെ സഭകളിൽ സംതൃപ്തി പഠിപ്പിക്കണം, മോഹത്തിനെതിരായിട്ട് പ്രസംഗിക്കണം, നമ്മുടെ ദുർമോഹങ്ങൾക്കെതിരായിട്ട്, ഭൗതിക മോഹങ്ങൾക്കെതിരായിട്ട് പ്രസംഗിക്കണം. പ്രവാചകന്മാരെ മുഴുവൻ നിങ്ങൾ എടുത്തു നോക്ക്. ഐ എം എ പ്രോഫറ്റ്. ഞാൻ പറയാം, പഴയ നിയമപ്രവാചകന്മാരോ പുതിയ നിയമപ്രവാചകന്മാരോ ആരും ആയിക്കോട്ടെ, എല്ലാ പ്രവാചകന്മാരും വന്ന് സംസാരിച്ചത് ജനങ്ങളുടെ മോഹത്തിനെതിരായിട്ടാണ്. എല്ലാ പ്രവാചകന്മാരും വന്ന് പ്രവചിച്ചത് ജനങ്ങളുടെ മോഹത്തിനെതിരായിട്ടാണ്. നിങ്ങൾ പ്രവചന പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്ക്, എല്ലായിടത്തും മോഹത്തിനെതിരായിട്ടാണ്. ഇന്ന് മോഹത്തെ വളർത്തുന്ന രീതിയിലാണ് പ്രവചനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ കുറ്റം പറയുന്നത്. സങ്കടം കൊണ്ടാ, ദേഷ്യം കൊണ്ടല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും ഈ സ്റ്റേജുകളിൽ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ദേഷ്യം കൊണ്ടല്ല. ചില ആളുകൾ ചോദിക്കും, സാജുവിന് എന്തോ ഈ പ്രവാചകന്മാരോട് ഇത്ര വലിയ ദേഷ്യം? എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. പക്ഷെ എനിക്ക് സങ്കടമാണ്, ഈ പ്രവാചകന്മാരൂടെ തെറ്റിപ്പോയാൽ ഈ സഭയെ നയിക്കാൻ ആരുണ്ടെന്നുള്ളതാ എൻ്റെ ചോദ്യം. കാരണം സഭയിൽ പുരോഹിതന്മാരും രാജാക്കന്മാരും തെറ്റ് ചെയ്യുമ്പോൾ അവരെ നന്നാക്കാൻ ദൈവം വിടുന്നവനാ പ്രവാചകൻ ആലോചിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പഴയ നിയമത്തിലുടനീളം രാജാക്കന്മാരും പുരോഹിതന്മാരും തെറ്റ് ചെയ്യുമ്പോൾ അവരെ നേരെയാക്കാൻ വിടുന്നവരാണ് എങ്ങനെയുള്ളവര്? പ്രവാചകന്മാര്. ആ പ്രവാചകൻ തെറ്റിപ്പോയ എന്തോ ചെയ്യും? നമ്മുടെ സഭയുടെ ഭാവി നഷ്ടപ്പെടത്തില്ലേ? എൻ്റെ പ്രവാചകന്മാരായ സുഹൃത്തുക്കളെ, എൻ്റെ സങ്കടം അതാ. നിങ്ങളൂടെ ഇല്ലെങ്കിൽ, നിങ്ങളൂടെ ഈ കൂട്ടത്തിന്റെ കൂടെ കൂടിയാൽ പിന്നെ ആരാ നമ്മുടെ സഭയെ നയിക്കാനും നഷ്ടത്തിൽ നിന്ന് അവരെ കയറ്റാനും ഇരിക്കുന്നത്?
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ദേഷ്യം കൊണ്ടല്ല ഞാൻ പറയുന്നത് എന്നാണ്, സങ്കടം കൊണ്ട് പറയുന്നതാ. അതുകൊണ്ടൊരു മടങ്ങിവരവ് പ്രവാചകന്മാർക്ക് ആവശ്യമാണ്. എങ്ങനെയുള്ള മടങ്ങിവരവ്? നീതിക്ക് വേണ്ടിയും സത്യത്തിനു വേണ്ടിയും നിലകൊള്ളുന്നതായ പ്രവാചകന്മാര്, മോഹങ്ങളിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ മാറ്റി നിർത്തുന്നതായ പ്രവാചകന്മാര്. എലീശ മോഹങ്ങളുള്ള മനുഷ്യനായിരുന്നില്ല, അവൻ സംതൃപ്തനായിരുന്നു. അവൻ ഉള്ളത് മതിയായിരുന്നു, അവൻ ഇല്ലാത്തതിലേക്ക് നോക്കിയില്ല. നിങ്ങൾ ഇല്ലാത്തതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നിരാശരായി തീരുകയാണ്. അത് നിങ്ങൾക്ക് തന്നെ നഷ്ടമാണ്. ഉള്ളതിന് നന്ദി പറയാനായിട്ട് പഠിക്കണം. ഇല്ലാത്തതിനെ ഓർത്ത് പരാതി പറയുന്നതിനല്ല, ഉള്ളതിന് നന്ദി പറയാനായിട്ട്. ഒരു പോയമുണ്ട്, പഴയ കാലത്തുണ്ടായിരുന്ന ഒരു പോയമാണ്, കാലുകളില്ലാത്തവനെ കാണുന്നത് വരെ ഞാൻ എൻ്റെ ചെരുപ്പിന്റെ കാര്യത്തിൽ പരാതി പറഞ്ഞിരുന്നെന്ന്. കാലുകളില്ലാത്തവനെ കാണുന്നത് വരെയും ഞാൻ എൻ്റെ ചെരുപ്പിന്റെ കാര്യത്തിൽ പരാതി പറഞ്ഞിരുന്നു. കണ്ണുകളില്ലാത്തവനെ കാണുന്നത് വരെയും ഞാൻ എൻ്റെ കണ്ണടകളെ കുറിച്ച് പരാതി പറഞ്ഞിരുന്നു. തെരുവുകളിൽ ഉറങ്ങുന്നവനെ കാണുന്നത് വരെ ഞാൻ എൻ്റെ വീടിന്റെ പെയിന്റിനെ പറ്റി പരാതി പറഞ്ഞിരുന്നു. നമ്മൾ എപ്പോഴാണ് പരാതി പറയുന്നത്? when we look at people whom you think live an affluent life. നമ്മളെക്കാൾ ഉയർന്ന ഒരു ജീവിത രീതി ഉള്ളവരിലേക്ക് നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് പരാതി ഉണ്ടാകുന്നത്. നിങ്ങൾ ബാക്കിയുള്ളവരെ നോക്കിയേ, എന്താണെങ്കിലും നിങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തി നിങ്ങളല്ല, ആണോ? നിങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തി നിങ്ങളല്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ദാരിദ്ര്യത്തിൽ കഴിയുന്നവനെ നോക്കാതെ സമ്പന്നതയിൽ കഴിയുന്നവനെ നോക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ മോഹത്തിന്റെ ഒരു പ്രതിഫലനമാണത്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. കഷ്ടപ്പെടുന്നവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക്, പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക്, ആ സമയത്ത് നമുക്ക് നന്ദി മാത്രമല്ല, നമ്മുടെ ധാരാളിത്തത്തെ ഓർത്ത് പലപ്പോഴും നമ്മളോട് തന്നെ നമുക്ക് നിന്ന തോന്നിയെങ്കിലേ ഉള്ളൂ. ശരിക്കും കഷ്ടപ്പെടുന്നവരെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ കഷ്ടപ്പെടുന്ന ആളുകളെ ധാരാളം കണ്ടിട്ടുണ്ട്. ഭയങ്കര വേദന ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഒരുപക്ഷെ ഒരു വേദനയ്ക്കപ്പുറത്ത് നമ്മളോട് തന്നെ ഒരു നിന്ന തോന്നിയിട്ടുണ്ട്. ഞാൻ ഡെറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ആഫ്രിക്കയിലാണ്. ആ ഡെറി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് എടുക്കാനായിട്ട് പോയതാണ്. ഒരു 10-50 പാസ്റ്റർമാർ, അവരുടെ ഫാമിലീസും ഉണ്ട്. അപ്പം ഞാൻ 250 കിലോമീറ്റർ വനത്തിനകത്തൂടെ പോയതാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊസാംബിക്കിൽ നിന്ന് മലാവി എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങോട്ട് പോകുകയല്ല, ഞാൻ ഡെറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയതാണ്. ആ സ്ഥലത്ത്, ഈ ഡെറി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സാധനം അവർ കൊണ്ടുവച്ച് തന്നെ ഭയങ്കര റിച്ചായിട്ടുള്ള ഫുഡാണ് എനിക്ക് കൊണ്ടുവച്ചത്. ഒരു വനമേറിയ, എനിക്കറിയത്തില്ല, അവർ കോഴി ഗ്രില്ല് ചെയ്തതും, അവർക്ക് തരാവുന്ന മാക്സിമം കാര്യം ഒരു കേസ് കൊക്കക്കോള. എനിക്കറിയത്തില്ല എങ്ങനെ അവിടെ കൊക്കക്കോള വന്നത്. കാര്യം 250 കിലോമീറ്റർ പോകണം ഒരു ടാർ റോഡ് കാണണമെങ്കിൽ. അവിടെയും ഈ ആഫ്രിക്കക്കാരുടെ ഒരു പ്രത്യേകത, അവർക്ക് ഈ കൊക്കക്കോള ഭയങ്കര ബലഹീനതയാണ്. അവൻ കഴിച്ചാലും വേണ്ടിയല്ല, കുടിച്ചില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും വേണ്ടിയല്ല, ഒരു കൊക്കക്കോള കുടിക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് അവൻ്റെ ചിന്ത. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ ചിന്ത ഞാൻ അങ്ങ് വലിയ ഏതാണ്ട് രാജാക്കന്മാരെ പോലെ ജീവിച്ച. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെയൊന്നുമല്ല, ഞാനങ്ങനെ കൊക്കക്കോള ഒന്നും കുടിക്കുന്ന ആളല്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ എല്ലാവരും കൊക്കക്കോളയും കുടിച്ച് നടക്കില്ല, അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ കൊക്കക്കോളയും ഒന്നും വേണ്ട, നമുക്കാണ് രാവിലെ കൊക്കക്കോള കുടിക്കാൻ ഒരു മടി, അവർക്കൊരു പ്രയാസവും ഇല്ല. അപ്പോൾ മെയിൻ പാസ്റ്റർമാരും എല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്ക് എന്തോ എൻ്റെ കയ്യിൽ കിട്ടിയ കൊക്കക്കോളയും എടുത്തുകൊണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ എന്തോ എനിക്ക് പുറത്തോട്ട് ഇറങ്ങി പോകണമെന്ന് വെച്ചു. ഇവർ കഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അത്രയും വലുതായിട്ട് കഴിക്കുന്നില്ല, നിങ്ങൾ ആസ്വദിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പാസ്റ്റർമാരെ ഏൽപ്പിച്ച് വെച്ച് ഐ ജസ്റ്റ് വെന്റ് ഔട്ട്. ഞാൻ പുറത്ത് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ പാസ്റ്റർമാരുടെ തന്നെ പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ മണ്ണും പിടിച്ച്, നിങ്ങൾക്കറിയാമല്ലോ ആഫ്രിക്കൻ പശ്ചാത്തലമാണല്ലോ, മണ്ണും പിടിച്ച് ചൊറിയും പിടിച്ച് അവിടെയെല്ലാം ഇരിപ്പുണ്ട്. അവിടുത്തെ പാസ്റ്റർമാരുടെ സ്ത്രീകളെല്ലാം അവിടെ ഇരുന്ന് ഈ ഭക്ഷണമൊക്കെ പാചകം ചെയ്യും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഈ മണ്ണിനകത്തിരിക്കുന്ന ഒരു കൊച്ചിൻ്റെ കയ്യിൽ കൊക്കക്കോള കൊടുത്തിട്ട് പറഞ്ഞു, നീ കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ 2-3 പേരെ വിളിച്ച് എല്ലാവരും കൂടെ ഓരോ സിപ്പ് കൊക്കക്കോള, കൊച്ചു പിള്ളേരാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വലിയ പാസ്റ്റർമാരെല്ലാം ചിക്കൻ തിന്നേച്ച് അതിൻ്റെ എല്ലും എല്ലാം കൂടെ ബാക്കിയുള്ളത് കൊണ്ടുവന്നപ്പോൾ ഈ പിള്ളേർ ഓടിച്ചെന്ന് അതിൻ്റെ എല്ല് തിന്നുക. അപ്പം ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, സങ്കടത്തിനപ്പുറത്ത് എനിക്ക് എന്നോട് തന്നെ ഒരു നിന്ന തോന്നി, ഒരു നിന്ന. ശരിക്കും നമ്മുടെ ഈ പിള്ളേരൊക്കെ ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോഴത്തേക്ക് ഈ വേസ്റ്റ് തിന്നാൻ നോക്കി നടക്കുന്നവരും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്.
നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും, പക്ഷെ നമുക്കത് കാണാനൊരു കണ്ണ് വേണം. നമുക്ക് ആ സമയത്ത് എന്താ, രാവിലെ എനിക്ക് കൊക്കക്കോളയുടെ കുപ്പിയാ കിട്ടിയത്, ക്യാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. നമുക്ക് കർത്താവ് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ദൈവം നമുക്ക് വയറ് മാത്രമല്ല നാക്കേൽ ടേസ്റ്റ് ബഡ്സ് കൂടെ തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ടേസ്റ്റി ആയിട്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ എൻ്റെ പ്രത്യേകത, ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അത് കഴിക്കും, ഇല്ലെങ്കിൽ കിട്ടുന്ന ഭക്ഷണം രുചിയായ ഭക്ഷണം കിട്ടിയാൽ അത് രുചിയായിട്ട് കഴിക്കും. ഇനി രുചിയില്ലാത്ത ഭക്ഷണം കിട്ടിയാൽ അതും രുചിയായിട്ട് കഴിക്കും. കാര്യം നമ്മുടെ ഒന്നും രുചിയല്ലല്ലോ, ഞാൻ ഈ പോകുന്ന സ്ഥലത്ത് നമ്മുടെ രുചിയൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ഞാനത് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്, ഞാൻ വളരെ സന്തോഷത്തോടെ കഴിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളോട് നിന്ന് തോന്നിക്കത്തക്ക രീതിയിലാണ് പല സമയത്തും എന്താ മറ്റുള്ളവരുടെ പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് നോക്കുമ്പോൾ. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മൾ പ്രയാസം അനുഭവിക്കുന്നവരിലേക്കല്ല നോക്കുന്നത്, പ്രത്യേക ആരിലേക്കാണ് നോക്കുന്നത്? നമ്മളെപ്പോഴും നമ്മുടെ മുകളിലുള്ള ആളിലേക്ക് നോക്കുന്നത് കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ എന്താ ദൈവത്തിന് നന്ദി പറയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന് ഞാൻ പറഞ്ഞത്, ഈ വാക്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ര ദേഷ്യമുള്ള ആളല്ലെന്നാണ് എൻ്റെ ചിന്ത. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ ഭാര്യയോട് നിങ്ങൾ ചോദിച്ചു നോക്കണം. എൻ്റെ ചിന്ത ഞങ്ങൾ പറഞ്ഞതാണ്, എനിക്ക് അത്ര ദേഷ്യമുള്ള ആളല്ലെന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ എനിക്ക് ദേഷ്യം വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിന്റെ അർത്ഥത്തിലല്ലാതെ കോട്ടി മാറ്റി പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഒരു പരിധി ദിവസം. പക്ഷെ വേദപുസ്തകത്തിന്റെ വാക്യങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് സ്വന്തം ഇഷ്ടപ്രകാരം കോട്ടി മാറ്റുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതുപോലെ ഒരു വാക്യമാണ് നമ്മളിവിടെ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ പലപ്പോഴും, നിങ്ങൾക്കറിയാം, ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നേരത്തെ നമ്മൾ എപ്പോഴും വായിച്ചുകൊണ്ടിരുന്ന വാക്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ ഇതൊക്കെയാ. പക്ഷെ ഇന്നിപ്പം നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ വാക്യം എന്താ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ എല്ലാം മലമറിച്ച് കളയും എന്നുള്ളതാണ്. ആ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് ആവേശമാണ്. പാട്ടിന് കുഴപ്പമൊന്നുമില്ല, വേദസ്ഥിര വാക്യമല്ലയോ, വേദസ്ഥിര വാക്യം വെച്ച് പാട്ട് കൊടുത്തതിന് തൊരു കുഴപ്പമില്ല. പക്ഷേ അത് പാടുമ്പോൾ പാടുന്ന നിങ്ങളുടെ മനസ്സിലെന്താന്നുള്ളൊന്ന് ആലോചിച്ചു പോകും. എന്താണ് അവിടെ പറയുന്നത്? അവിടെ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ബുദ്ധിമുട്ട് നിമിത്തം അല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം. നോക്ക്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ. വേദപുസ്തകത്തിൽ ഈ അലംഭാവം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പം, നമ്മുടെ ഭാഷയിൽ ഇപ്പം അലംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല വാക്കല്ല അല്ലേ? അവനൊരു അലംഭാവിയാണെന്നൊക്കെ പറയും. പക്ഷേ അതൊരു പോസിറ്റീവ് മീനിങ്ങാ. അലംഭാവം എന്ന് പറയുന്നത് സംതൃപ്തി നിന്നാണ്. സംതൃപ്തി, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ എനിക്കറിയാം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6 പറയുന്നൊരു കാര്യമുണ്ട്, എന്താ? അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകുന്നു. അവിടെയും സംതൃപ്തി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സംതൃപ്തി. ഇവിടെ പറയാണ്, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പോൾ പറയാണ്, എനിക്ക് ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ അറിയാം, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം. ഇതാണ് ഒരു സിദ്ധ അവസ്ഥ എന്ന് പറയുന്നത്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും ഉളവാക്കുന്നതാണ്. ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വെയ്വറിങ് ആയിട്ടുള്ള കാര്യമല്ല. ക്യാരക്ടർ എന്ന് പറയുന്നത്, സിദ്ധത എന്ന് പറയുന്നത് വെയ്വറിങ് അല്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയും ഒലയുകയും ചെയ്യാത്ത അവസ്ഥയാണ് എന്ത്? സിദ്ധ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പോൾ പറയാണ്, എനിക്ക് താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും അറിയാം, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ അറിയാം. രണ്ടിനും ഞാൻ ശീലിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമായി ഇത് വാക്യം വായിച്ചപ്പോൾ. കാര്യം പോൾ പറയുന്നത്, എനിക്ക് താഴ്ചയിലിരിക്കാൻ അറിയാമെന്നാണ്, പക്ഷേ സമൃദ്ധിയിലിരിക്കാനും അറിയാം. താഴ്ചയിലിരിക്കാൻ പലർക്കും അറിയത്തില്ല, ചിലർക്ക് സമൃദ്ധിയിലിരിക്കാനും അറിയത്തില്ല, ചിലർക്ക് താഴ്ചയിലിരിക്കാനേ അറിയാവൂ. നമ്മൾ പലർക്കും ഉള്ളൊരു പ്രശ്നം അതാണ്, താഴ്ചയിലിരിക്കാനേ അറിയത്തുള്ളൂ. ഒന്നുമില്ലയോ ഒരു പ്രശ്നവുമില്ല, കിട്ടിയോ എല്ലാം നശിച്ചു. ഒന്നുമില്ലാത്തപ്പോൾ ദൈവസന്നിധിയിൽ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് നമുക്കറിയാമായിരുന്നു. വല്ലതും കിട്ടിയപ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണോ? പഴയ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അവർക്കൊന്നുമില്ലായിരുന്നു, പക്ഷെ അവർ കർത്താവിനോട് ചേർന്നിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കെല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നില്ല. കാര്യം സമൃദ്ധിയിലിരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. എന്നാൽ പോൾ പറയുന്നത്, എനിക്ക് രണ്ടും അറിയാമെന്നാണ്.
ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ 5 സ്റ്റാർ കാണാവുന്ന കുടിലിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഒരിടത്ത് 5 സ്റ്റാർ ഹോട്ടലും മറ്റിടത്ത് മുകളിലോട്ട് നോക്കിയാൽ 5 സ്റ്റാർ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽക്കൂര പലയിടത്തും പോയതാ. സ്റ്റാർ കാണാവുന്ന കുടിലും കിടന്നുറങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ഉള്ളൂ. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ സുഖം ഉറങ്ങുന്നത് വരെയുള്ള, അല്ല എന്തോന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് സുഖം നമ്മൾ അറിയുന്നില്ലല്ലോ ഒന്നും. ഈ 5 സ്റ്റാർ കാണാവുന്ന പൊട്ടിപ്പൊളിഞ്ഞ കുടിലിലെ ഇല്ലായ്മയും ഉറങ്ങുന്നവരേ ഉള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തോന്ന് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ കഴിയുന്നതും 5 സ്റ്റാർ കാണാവുന്ന കുടിലിൽ കഴിയുന്നതും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്നുകൊണ്ട് ദുസ്വപ്നം കാണുന്നതിനേക്കാളും നല്ലതാണ് 5 സ്റ്റാർ കാണാവുന്ന കുടിലിൽ കിടന്ന് നല്ല സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഇതൊന്നും വലിയ ആനക്കാര്യമൊന്നുമല്ല. കാരണം നമ്മുടെ ലൈഫിനെ കുറിച്ച്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഇത്ര കാലമേ ഉള്ളെന്ന്, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ പ്രോബ്ലം എന്ന് വെച്ചാൽ നിത്യതയെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയി പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇല്ലായ്മയിൽ കഴിയാൻ അറിയാൻ വയ്യാത്തത്. ഇല്ലായ്മയിൽ പരാതി പറയുകയും ഉണ്ടാകുമ്പോൾ അഹങ്കാരികളാവുകയും ചെയ്യുന്ന മാനസികാവസ്ഥയാണ് നമ്മുടെ വിശ്വാസികൾക്ക് പലർക്കും. പോൾ പറയുന്നു, എനിക്ക് ഇല്ലായ്മയും ഉണ്മയും ഒരുപോലെയാണ്. ഉള്ള അവസ്ഥയിൽ എനിക്കൊന്നുണ്ടോ അതിനകത്ത് സംതൃപ്തിയോടുകൂടെ ഇരിക്കാൻ എനിക്കറിയാം. ഐ നോ ഹൗ ടു ലിവ് വിത്ത് കണ്ടന്റ്മെന്റ്. വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ചിലപ്പം വിശപ്പുണ്ടാകും. വിശപ്പൊരു യാഥാർത്ഥ്യം, അത്ര ശരിയായിട്ടുള്ള നല്ല കാര്യമൊന്നും എനിക്ക് വിശക്കുന്നൊന്നും ഇഷ്ടമൊന്നുമല്ല. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. ഇപ്പം എന്നോടൊരാൾ പറഞ്ഞു, ഞങ്ങളൊക്കെ പ്രോസ്പെരിറ്റിയുടെ പ്രവാചകന്മാര്, നിങ്ങളൊക്കെ പോവർട്ടിയുടെ പ്രവാചകന്മാര്. നമുക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഒരു നോൺ പ്രീച്ചറാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഞാൻ പോവർട്ടിയുടെ പ്രീച്ചറൊന്നുമല്ല, എനിക്ക് പോവർട്ടി ഒന്നും ഇഷ്ടമല്ല. ഞാനങ്ങനെ പോവർട്ടിയുടെ പ്രീച്ചറൊന്നുമല്ല. യേശു പോലും പോവർട്ടിയുടെ പ്രീച്ചർ അല്ലായിരുന്നു. പക്ഷെ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് സമചിത്തതയോടുകൂടെ കാണാൻ കഴിയണമെന്നാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കലും യാതൊരു സുഖങ്ങളും അനുഭവിക്കത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ സുഖങ്ങൾ അനുഭവിക്കാതെ ആ പൈസ എല്ലാം കൂടെ ബാങ്കിൽ ഇടുന്നതിനേക്കാൾ നല്ലത്, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ബാങ്കിൽ പൈസ കൂട്ടിയിടുന്നതിനേക്കാൾ നല്ലത് വല്ലതും കഴിച്ചും കുടിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്നതാണെന്ന്. നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യാതെ ആ പൈസയുടെ ബാങ്കിൽ ഇടുന്നവരൊന്നും വലിയ മഹത്വമൊന്നുമല്ല. അതിനേക്കാൾ നല്ലത് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ വല്ലതും കഴിക്കുകയും കുടിക്കുകയെങ്കിലും ചെയ്യണം. പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടു സഹോദരനെ ഓർക്കുമ്പോഴാണ് എനിക്ക് ലക്ഷറിയിലേക്ക് പോകാൻ കഴിയാതെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ലക്ഷറി മറ്റൊരു എൻ്റെ സഹോദരൻ്റെ ദാരിദ്ര്യത്തിന് കാരണമാകരുത്. അവിടെയാണ് ഷെയറിങ് ആവശ്യമായിരിക്കും. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല, അത് വളരെ അത്യാവശ്യം. വേദോസം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പങ്കുവെക്കുക എന്ന് പറയുന്നത്. വേദോസം പഠിപ്പിക്കുന്നതായ ഒരു വലിയ യാഥാർത്ഥ്യമാണ് പങ്കാളിത്തം എന്ന് പറയുന്നത്. ഇവിടെ പോൾ പറയുന്നത്, വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ശീലിച്ചിരിക്കുന്നു. എന്നും പട്ടിണി കിടക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ദിവസം പട്ടിണി കിടന്ന ഉടനെ തന്നെ, എന്താ ദൈവമേ, ഞാൻ നിന്റെ പിന്നാലെ വന്നിട്ട് ഇപ്പോഴും എനിക്ക് പട്ടിണി എന്നൊന്നും ചോദിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. നിനക്ക് എന്ന് പട്ടിണി മാറണമെന്നുള്ളതും ദൈവത്തിനറിയാം. കാര്യം സമൃദ്ധി കൈകാര്യം ചെയ്യാൻ ഉള്ള മാനസിക പക്വത പ്രാപിക്കുമ്പോഴേ നിന്നെ ഇതിനകത്തുനിന്ന് മുകളിലോട്ട് കയറ്റാൻ പറ്റുള്ളൂ എന്ന് ദൈവത്തിനറിയാം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അവിടെ നമ്മൾ അബദ്ധം കാണിക്കുമ്പോഴാണ് ദൈവം പലപ്പോഴും വീണ്ടും വേറെ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. പോൾ പറയാണ്, ഇതെനിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല. സമൃദ്ധിയിലിരിക്കാനും ദാരിദ്ര്യത്തിലിരിക്കാനും ഞാൻ ശീലിച്ചിട്ടുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എന്താ ഓൾ തിങ്സ് എന്ന് പറയുന്നത്? താഴ്ചയിലും സമൃദ്ധിയിലും ഒന്നുപോലെ ഇരിക്കാൻ എന്നെ ശക്തനാക്കുന്നവൻ എന്നെ ശക്തീകരിക്കുന്നതാണ്. നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, പട്ടിണിയിരിക്കാനവൻ എനിക്ക് കൃപ തരുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ പട്ടിണിയിരിക്കും എന്നാരും പാടുന്നുണ്ടോ?
ഈ പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ പട്ടിണിയും ഇരിക്കുമെന്നാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ദാരിദ്ര്യത്തിലും ഇരിക്കും. ഇത് വല്ലതുമാണോ നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത്? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പാട്ട് എഴുതിയ ആള് എന്താ എഴുതിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പാട്ട് പാടുന്ന നിങ്ങൾ ആലോചിക്കണം. വേദപുസ്തകം പറയുന്നത് എന്ത്? പട്ടിണിയും ദാരിദ്ര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഒന്നുപോലെ കാണാൻ തക്ക സിദ്ധതയിലേക്ക് എന്നെ ശക്തനാക്കുന്ന കർത്താവ് എന്നെ വളർത്തിയിരിക്കുന്നു എന്നാണ് പോളോടെ പറയുന്നത്. എൻ്റെ ക്യാരക്ടർ, എൻ്റെ സിദ്ധത വളർത്താൻ യേശു കർത്താവ് എന്നെ ശക്തീകരിച്ചിരിക്കുന്നു. ഒരു സിദ്ധാവസ്ഥയിലേക്ക്, ഒരു ക്യാരക്ടറിന്റെ സ്റ്റേജിലേക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി പോകുന്നവനല്ല. ദാരിദ്ര്യം വരുമ്പോഴോ സമൃദ്ധി വരുമ്പോഴോ ചാഞ്ചാടിപ്പോകാത്ത നിലയിൽ ഹൃദയത്തെയും മനസ്സിനെയും ഏകാഗ്രതയോടുകൂടെ എല്ലായ്പ്പോഴും ദൈവസാന്നിധ്യത്തിലും ദൈവാശ്രയത്തിലും പിടിച്ചു നിർത്താനുള്ള ശക്തി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. സംതൃപ്തിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാകരുത്. വാക്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഓരോ പ്രസംഗകരും വാക്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ സമയത്തിന് ഞാൻ വേറെ പല സീരീസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചിലതൊന്നുകൂടെ ഒന്ന് ഞാൻ എടുത്തു പറയുന്നുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് വെൻ യു ഹിയർ ദാറ്റ് മെസ്സേജ് യു നോ ദാറ്റ്. ഈ റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഒരു വാക്യം ഇതേപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? റോമാലേഖനം 8-ാം ആ വാക്യം ഞാൻ വായിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനുള്ള സമയമില്ല. നമ്മൾ ഒരു ദുർവ്യാഖ്യാനം എന്നുള്ള നിലയിൽ ഞാനൊന്ന് പെട്ടെന്നൊന്ന് ഓർപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഈ വാക്യം വായിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് വല്ലപ്പോഴും ഈ ടെലിവിഷൻ കാണുന്നത്. അന്നേരം നമ്മുടെ റിലീജിയസ് ചാനൽസ് വല്ലതും ഒന്ന് കാണാം. ഇതിനകത്തൊക്കെ എന്തോ, ഞാൻ ടെലിവിഷനിൽ പ്രസംഗിക്കുന്ന ആളാണ്, പക്ഷേ എൻ്റെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല. അപ്പോൾ ഇത് വല്ലതും കണ്ടാലോ എന്നുള്ള ചിന്തയിൽ ഞാനിതിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒരു ദുബായ് ബേസ്ഡ് ഒരു പാസ്റ്റർ പ്രസംഗിക്കുകയാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നിനക്ക് വേണ്ടി സകലവും തരുന്നവനായ ദൈവം. നിന്റെ വിസ ഇന്ന് കാലാവധി തീർന്നിരിക്കുകയാണോ? നിനക്ക് വേണ്ടി വിസ ഒരുക്കി തരുന്നവനായ ദൈവം. നിനക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? നിനക്ക് വേണ്ടി പണം ഒരുക്കി തരുന്നവനായ ദൈവം. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി തന്നവൻ സകലവും നിനക്ക് തരാതിരിക്കുമോ? ഇവിടുത്തെ ഏറ്റവും വലിയ കാറ് ഇവിടുത്തെ ദുബായ് ഷെയ്ക്കിന് വേണ്ടിയുള്ളതൊന്നും അല്ല, നിങ്ങൾക്ക് വേണ്ടി തരുവാൻ. സ്വന്തം പുത്രനെ ആദരിയാതെ എന്തൊക്കെയാ പ്രസംഗിക്കുന്നറിയാമോ? ഈ 8-ാം അധ്യായം മുഴുവൻ നിങ്ങളിന്ന് വീട്ടിൽ പോയെന്ന് വായിക്കണം. അവിടെ ഒരു വാക്യമെങ്കിലും നിങ്ങളുടെ ഭൗതിക നന്മയെക്കുറിച്ച് പറയുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു വാക്യവുമില്ല. അവിടെ പറയുന്നതെന്നറിയാമോ? സ്വന്തം പുത്രനെ ആദരിയാതെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നുകൊണ്ടാണ് അവൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകിയത്. അങ്ങനെയാണ് അവൻ നിങ്ങളെ പുത്രനാക്കിയത്. അങ്ങനെ നിങ്ങളെ പുത്രനാക്കിയെങ്കിൽ നിങ്ങളെ വഴിയിലിട്ടേച്ച് പോകത്തില്ല. പുത്രത്വത്തിന്റെ അവകാശമായ തേജസ്കരണത്തിലേക്ക് നയിക്കുവാനും അവൻ ശക്തനാണ്. സ്വന്തം പുത്രനെ നൽകി നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നൽകിയെങ്കിൽ പുത്രത്വത്തിന്റെ അവകാശമായ തേജസ് വരെയും നിങ്ങൾക്ക് നൽകാതെ ഇരിക്കുമോ എന്ന് അവിടെ പറയുന്നത്. അവിടെ തേജസ് കൊടുക്കുന്ന കാര്യമാണ്. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്, അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഞാൻ ഈ കഷ്ടമൊക്കെയും സാരമില്ല എന്ന് എണ്ണുന്നു. എന്നിട്ട് അത് താഴോട്ടിങ്ങനെ വന്നിട്ട് ഏറ്റവും ഒടുവിൽ അതിന്റെ 30-ാമത്തെ വാക്യം 29-ാമത്തെ വാക്യത്തിൽ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്ത് സംബന്ധിച്ച്? തേജസ്കരണം സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? പ്രിയമുള്ളവരെ, ഈ വാക്യം പോലെ തെറ്റിദ്ധാരണാജനകമായ നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ട വാക്യങ്ങൾ വളരെ കുറവാണ്. ഇനി അതുപോലെ ഒത്തിരി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല.
ഇതുപോലുള്ള വാക്യങ്ങളാണ് വേദപുസ്തകത്തിൽ ഈ പറയുന്ന TV പ്രീച്ചേഴ്സ് പ്രസംഗിക്കുന്നതെല്ലാം മുകളിലും താഴെയുള്ള വാക്യം വായിക്കാതെ, നിങ്ങളത് വായിക്കാതെ കേൾക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഇവർക്കൊക്കെ മാർക്കറ്റ്. എന്തുവാ വേദപുസ്തകം എന്താണെന്നുള്ളത് നമ്മളൊന്നും നോക്കത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടല്ലേ മുകളിലും താഴെ നോക്കാതെ വരി വായിക്കുന്നത്. ബെരോവയിലെ ക്രിസ്ത്യൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവര് ദൈവവചനം കേൾക്കുക മാത്രമല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്നവര് ശോധന ചെയ്തിരുന്നു. ആര് പ്രസംഗിക്കുന്ന പ്രസംഗമാണെന്നറിയാം അവര് ശോധന ചെയ്തത്? പൗലോസ് പ്രസംഗിക്കുന്ന പ്രസംഗം. പൗലോസ് പ്രസംഗിച്ചിട്ട് അവന്മാർ അത്രയും പെട്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ല. വീട്ടിൽ പോയി ഇത് വേദപുസ്തകത്തിനനുസരിച്ചാണോ എന്ന് നോക്കിയേച്ചേ അത് അംഗീകരിച്ചുള്ളെങ്കിൽ ഈ പറയുന്ന വിവരമില്ലാത്ത ആളുകൾ പ്രസംഗിക്കുന്നതെല്ലാം കേട്ടിട്ട് നിങ്ങൾ അതുപോലെ വെട്ടി വിഴുങ്ങുന്നത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്കൊന്ന് നോക്കിയാൽ എന്താ ഇത് ഇതുപോലാണോ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്ന്? വീട്ടിൽ പോയി ഒന്ന് നോക്ക് ഇവർ പറഞ്ഞിരിക്കുന്നതിന്റെ മുകളിലും താഴെ എന്തോ എഴുതിയിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കേൾക്കുമ്പോഴേ എനിക്ക് സങ്കടം. വേദപുസ്തകം കോട്ടിമാട്ടുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നത്. വേദപുസ്തകത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ നമ്മൾ അവരെ അനുവദിക്കാൻ പാടില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നതിനെന്നറിയാമോ? നമ്മളും ഇതുപോലെ മോഹികളായതുകൊണ്ടാണ്, ദുർമോഹികളായതുകൊണ്ടാണ് ഈ പ്രസംഗത്തിനൊക്കെ മാർക്കറ്റ്. അല്ലെങ്കിൽ ഇതിനൊന്നും മാർക്കറ്റ് ഉണ്ടാകത്തില്ല. ഇത് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവികമായി ദൈവവചനം ദൈവം പറയുന്നത് പോലെ പഠിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തിന്റെ കാതലായ തത്വമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞ ഒരു കാര്യമില്ല. നമ്മൾ 1 തിമോത്തി ചാപ്റ്റർ 6 ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കും. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. ആ വാക്യങ്ങൾ ഇതേപോലെ തന്നെ നമ്മൾ ഒന്ന് പഠിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിന്റെ ഡിഫറൻസ് എന്താണെന്ന്. 1 തിമോത്തി ചാപ്റ്റർ 6 6-ാമത്തെ അധ്യായം, തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ എനിക്ക് വായിക്കണം. പക്ഷെ ഞാൻ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു, അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലിയതായ ആദായം ആകുന്നു താൻ. ഇവിടെ നമ്മൾ ഈ വാക്യം ഒന്ന് അനലൈസ് ചെയ്യുക. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. ദേ കൺസിഡർ ഗോഡ്ലിനെസ് ആസ് എ മീൻസ് ഫോർ ഗെയിൻ. ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ആദ്യം ചിന്തിച്ചത് ഇത് ആരെക്കുറിച്ച് എഴുതുന്നതാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. നമ്മുടെ നോട്ടത്തിൽ എനിക്ക് തോന്നിയത് സുവിശേഷവേലയുടെ പേരിൽ പൈസ ഉണ്ടാക്കി സ്വന്തമാക്കുന്ന കള്ളന്മാരായ മിഷനറി ലീഡേഴ്സിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്ത്? അവർ ദൈവഭക്തി ആദായ സൂത്രമാക്കുന്നെന്നാണ്. പക്ഷെ ആദായ സൂത്രമാക്കുന്നെന്നല്ല എഴുതിയിരിക്കുന്നത്, ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ആലോചിക്കും, അതെന്താ? ഇതിനകത്ത് കുറച്ചുകൂടെ ആഴമുള്ള ഒരു കാര്യമുണ്ടല്ലോ. അവർ ദൈവഭക്തി ആദായ സൂത്രമാക്കുന്നെന്നല്ല, ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അതായത് ഭക്തി ആദായത്തിനുള്ള ഒരു സൂത്രമാണെന്ന് ഇവർ ചിന്തിക്കുന്നെന്ന്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇത് തന്നെയല്ലോ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. ഇന്ന് വിശ്വാസികളെല്ലാം ചിന്തിക്കുന്നത് ഇത് തന്നെയാ. കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ ആദായം ഉണ്ടാകുമെന്നല്ലേ നമ്മളെല്ലാം ചിന്തിക്കുന്നത്. അല്ല എന്നാണ് ചിന്തിക്കുന്നത്? അത് എല്ലാവരും പറയുന്നതും അത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ല. എന്ത് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഭക്തി അഥവാ യേശുവിനെ അനുഗമിക്കുന്നത് ആദായത്തിനുള്ള ഒരു മാർഗമാണെന്ന് വിചാരിക്കുന്നു. അതല്ലയോ നമ്മളെല്ലാം വിചാരിക്കുന്നതെന്ന് എന്റെ ചോദ്യം. ഇന്നത്തെ എല്ലാ പ്രസംഗവും അതല്ലേ? എന്താ? നീ യേശുവിനെ വിളിച്ചാൽ, നീ യേശു നിനക്ക് അത് തരുന്നു, ഇത് തരുന്നു. നീ യേശുവിന്റെ പിന്നാലെ പോയാൽ നിനക്ക് വസ്തു കിട്ടും, യേശു പിന്നാലെ പോയാൽ നിനക്ക് സമൃദ്ധി കിട്ടും, യേശുവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇഫ് യു ഫോളോ ജീസസ്, ഇഫ് യു ഗോ ആഫ്റ്റർ ജീസസ്, ഇഫ് യു അക്സെപ്റ്റ് ജീസസ്, യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ്, നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും, അങ്ങനെ ഇങ്ങനെ. ഇതല്ലേ പറയുന്നതല്ല. വേറെ എന്ത് പറയുന്നു? ഇതല്ലേ നമ്മളുടെ ചിന്തയും. നമ്മളുടെ കൂട്ടത്തിൽ വിശ്വാസത്തിലേക്ക് വന്ന നല്ലൊരു ശതമാനം ആളുകളും എന്താ ഇതുപോലുള്ള പ്രസംഗം കേട്ടിട്ട് ജീവിതത്തിൽ വല്ലതും കിട്ടുമെന്ന് വെച്ച് വന്നവരാ. വന്ന് കഴിഞ്ഞ് ചിലർക്ക് രൂപാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ പ്രസംഗിച്ചവരെല്ലാം എന്താ പറഞ്ഞത്? ഭക്തി ആദായത്തിനുള്ള മാർഗമാണെന്നാണ് പറഞ്ഞത്. വേദപുസ്തകത്തിന്റെ കാതലായ സത്യത്തിന്റെ വിരുദ്ധാവസ്ഥയാണത്. ഭക്തി ആദായത്തിനുള്ള മാർഗമല്ല പ്രിയമുള്ളവരെ. ഞാൻ ചോദിച്ചോട്ടെ, യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരില് യേശുവിനെ അനുഗമിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ കൂടിയ സമ്പത്തുണ്ടായ ഒരാളെ നിങ്ങളൊന്ന് കാണിച്ചതാ. യേശുവിനെ അനുഗമിക്കുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് മെച്ചപ്പെട്ട
മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഉയർത്തപ്പെട്ട 100 പേരെ ഒന്നും വേണ്ട, ഒരു വ്യക്തിയെ യേശുവിന്റെ ശിഷ്യന്മാരിൽ നിന്ന് നിങ്ങളൊന്ന് കാണിച്ചതാണ്. ഒരാളുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് കുറച്ച് പേരോട് കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരിങ്ങനെ കുറച്ച് പേര് കൂടി ഇരുന്നു, അവരെല്ലാം ഡിസ്ക്രൈബ് ചെയ്തത് കർത്താവിനെ സ്വീകരിച്ചപ്പോൾ അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഗുണം ചെയ്തു. അവർക്കിപ്പോൾ പല ബിസിനസ്സൊക്കെ ചെയ്താണ്, സുവിശേഷ വേലയുണ്ട്, ബിസിനസ്സും ഉണ്ട്, റിയൽ എസ്റ്റേറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ അവസാനം ഇപ്പം നല്ല കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, വെരി ഗുഡ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് അതാ. ഞാൻ കർത്താവിനെ അംഗീകരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന സ്വത്തിന്റെ 30% എനിക്കിപ്പോൾ ഉള്ളൂ. ഞാൻ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന സമ്പത്തിന്റെ 30% സ്വത്തേ എനിക്കിപ്പോൾ ഉള്ളൂ. എനിക്ക് അതിനകത്ത് ഒരു പ്രയാസമില്ല. ഒരുമാതിരിയൊക്കെ ജീവിക്കാൻ ഇത്രയൊക്കെ മതി എനിക്ക്. ഞാനുള്ള കാര്യത്തിന് സംതൃപ്തനാണ്. ഇത്രയും കൊണ്ടൊക്കെ മാനമര്യാദയ്ക്ക് ജീവിക്കാൻ എനിക്ക് പറ്റും. എനിക്ക് ജീവിക്കാനോ എൻ്റെ കുടുംബത്തിൽ ജീവിക്കാനുള്ളതൊക്കെ ഇത്രയും മതി. അതിൽ കൊള്ളുന്നത് എനിക്ക് വേണ്ടത്. നമുക്ക് എന്തോ ഇത്ര വലിയ കാര്യം വേണ്ടത്? നമുക്ക് ജീവിക്കാൻ സാത്താൻ നമ്മൾ പറയുന്ന ഒത്തിരി കള്ളത്തരങ്ങളുണ്ട്, അതൊന്നും വിശ്വസിക്കരുത്. നമുക്ക് ജീവിക്കാൻ ഇത്ര വലിയ കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ഇല്ലാഞ്ഞപ്പോൾ നമ്മൾ എന്നാ ജീവിച്ചില്ലേ? നമ്മൾ നന്നായിട്ട് ജീവിച്ചില്ലേ? ഈ ഒത്തിരി കോംപ്ലക്സ് സമൂഹം നമ്മളെ ഒത്തിരി കോംപ്ലക്സ് സ്റ്റേജിലേക്ക് അങ്ങ് വളർത്തിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ചെലവുകൾ ഇങ്ങനെ ആവശ്യമില്ലാതെ വർദ്ധിക്കുന്നത്. ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ, ഒന്നും സംഭവിക്കാനില്ല. ഭക്തി ഒരു മീൻസ് ആയിട്ട് എടുക്കരുത്. എന്റെ പ്രാർത്ഥന, ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന സമ്പത്തിനേക്കാൾ 1 രൂപയെങ്കിലും കുറഞ്ഞു മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം, കൂടി മരിക്കണമെന്നല്ല. കാര്യം ഞാൻ കർത്താവിനെ സ്വീകരിച്ചപ്പോഴും എനിക്ക് ആവശ്യത്തിനുള്ള, അന്നും ഞാൻ സംതൃപ്തനാണ്. എനിക്ക് ആവശ്യത്തിനുള്ളത് എനിക്ക് അന്നും ഉണ്ട്, എനിക്ക് ആവശ്യമുള്ളത് ഇന്നും ഉണ്ട്. എനിക്കിനി ഇത് കൂടുതലൊന്നും വേണ്ട, എനിക്ക് ആവശ്യമില്ല. എനിക്കും വേണ്ട, എൻ്റെ ഭാര്യയ്ക്കും വേണ്ട, എൻ്റെ മക്കൾക്കും വേണ്ട. ഇത് കൂടുതൽ ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ ഒരു ദിവസത്തെ ആവശ്യം നടക്കുന്നുണ്ടെന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. ഇറ്റ് ഹാപ്പൻസ്, അത് നടക്കുന്നുണ്ട്. ഇല്ലാത്ത ഒരു ദിവസം വന്നാൽ അങ്ങനെ ജീവിക്കാനാണ് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പൗലോസ് എത്രയോ ധനികനായിരുന്നു, പക്ഷെ ആ ധനികനായ പൗലോസിന്റെ ജീവിതത്തിൽ എന്താണ്? ദാരിദ്ര്യവും പട്ടിണിയും അല്ലേ? അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങളുടെ കൂട്ടത്തിൽ പട്ടിണി, പൈതാഹം എന്നൊക്കെ പറയുന്നത്. പൗലോസിനൊന്നും പട്ടിണി കിടക്കേണ്ട കുടുംബത്തിൽ നിന്ന് വന്ന ചെറുക്കനൊന്നും അല്ല, നമ്മുടെ ഭാഷ പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഒരു സ്റ്റേജിലൂടെ ദൈവം കടത്തിവിട്ടപ്പോൾ അന്നത്തെ ലൈഫിന് പട്ടിണിയായിരുന്നു ആവശ്യമെന്ന് അവനറിയായിരുന്നു. നമുക്ക് ചില ദിവസം സമൃദ്ധിയാണ് ആവശ്യം, ദൈവത്തിന് നമുക്കറിയാം. ചില ദിവസം പട്ടിണിയാണ് ആവശ്യമെന്നും ദൈവത്തിനറിയാം. അങ്ങനെ നമുക്ക് പട്ടിണി വേണ്ട ദിവസമായ കർത്താവ് പട്ടിണി എടുത്തുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഗ്രഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് സംതൃപ്തി ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കരുത്. ഇതൊരു മീൻസ് എന്നുള്ള നിലയിൽ ദൈവത്തെ പിൻപറ്റുന്നത് ആദായം ഉണ്ടാക്കാനുള്ള മാർഗം, അതാണ് ആദായ സൂത്രം, അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അത് നമ്മളിവിടെ വായിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6 ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വേഴ്സ് 3 പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്നത് അവർ ഭക്തി ആദായ സൂത്രമെന്ന് ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ പണം അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയും നമ്മുടെ അയൽക്കാരന്റെ ഭൗതിക സമ്പത്തിനേക്കാൾ ഉയർന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമ്മളെ ഉയർത്താനുള്ള ഒരു ഗെയിനുള്ള മാർഗമാണ് എന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ ആ പഠിപ്പിക്കൽ എങ്ങനെയാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനത്തിനോ ഭക്തിക്കൊത്ത ഉപദേശത്തിനോ അനുസരിക്കാത്തതാണ്. ഈ പ്രസംഗങ്ങൾ യേശുക്രിസ്തുവിന്റെ പഥ്യവചനത്തിന് യോജിക്കാത്തതാണ്. അത് യേശുക്രിസ്തുവിന്റെ പഥ്യവചനമല്ല, അവന്റെ ഭക്തിക്കൊത്ത ഉപദേശമല്ല. ഇറ്റ് ഈസ് പഫ്ഡ് അപ്പ് വിത്ത് കോൺസീറ്റ് എന്നാണ്. അത് തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു എന്നാണ്. ഒരു ഭ്രാന്താണിത്. ശരിക്കും ധനമോഹം എന്ന് പറയുന്ന ഒരു ഭ്രാന്താണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, വേദപുസ്തകത്തിലെ ഗോൾഡൻ വേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ വാക്യങ്ങളായിരിക്കും പറയുന്നത്. വേദപുസ്തകത്തിന്റെ സ്വർണ്ണവാക്യം ഏതാണ്? ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്യമാണല്ലോ, അല്ലെങ്കിൽ ഏറ്റവും ഒരാളെ രൂപാന്തരപ്പെടുന്ന വാക്യമാണല്ലോ സ്വർണ്ണവാക്യം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലെ ഒരു സ്വർണ്ണവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒത്തിരി വാക്യങ്ങൾ ഓരോരുത്തർ പറയുമായിരിക്കും. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വാക്യം, ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, ഫസ്റ്റ് തിമോത്തി 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. എന്താണെന്നറിയാമോ? അലംഭാവത്തോടു കൂടിയ ഭക്തി വലുതായ ആദായമാകുന്നതാനും. അലംഭാവം നീ അവിടെ പറഞ്ഞല്ലോ, അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? സംതൃപ്തി. സംതൃപ്തിയോടുകൂടിയ ഭക്തി എന്ന് പറയുന്നത് വലിയ ആദായമാണ്. അതാണ് ഒരു വ്യക്തി അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സംതൃപ്തിയുള്ളവന് സ്വാതന്ത്ര്യമുണ്ട്. സംതൃപ്തിയുള്ളവൻ, ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ, അതിനോട് ചേർന്നാണ് 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദ്രവ്യാഗ്രഹം
സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണെന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ സംതൃപ്തി സകലവിധ അനുഗ്രഹത്തിനും കാരണമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമാണെങ്കിൽ സംതൃപ്തി സകലവിധ അനുഗ്രഹത്തിനും മൂല കാരണമാണ്. മോഹങ്ങളാണ് എല്ലാത്തിനെയും തകർക്കുന്നത്. ധനികനാകാൻ ആഗ്രഹിക്കുന്നവൻ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യും. അത് തുടക്കമാണ്, തുടർന്ന് അങ്ങോട്ടങ്ങ് പോവുകയാണ്. ഒരു വലിയ വീഴ്ചയാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത്? പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യൻ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ, അവന്റെ നാശത്തിലേക്ക്, സർവനാശത്തിലേക്ക് മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ദോഷകരമാണെന്ന് തന്നെയല്ല, അത് വിഡ്ഢിത്വമാണ്. കാര്യം പണത്തിന്റെ പിന്നാലെ പോകുന്നത് എങ്ങും എത്തുന്നില്ല. അല്ലാതെ പണത്തിന്റെ പിന്നാലെ പോയാൽ ലോകത്തിലെങ്കിലും ഒരു സുഖം ഉണ്ടെങ്കിൽ വേണ്ടുകയില്ല. പണത്തിന്റെ പിന്നാലെ പോകുന്നതിന് ലോകത്തിൽ പോലും സന്തോഷം അനുഭവിക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ അതൊരു മൗഢ്യമാണ്. ആ മൗഢ്യത്തിലേക്ക് പോകുന്ന സ്റ്റേജാണ്. മോഹങ്ങളാണ് എല്ലാ കാര്യങ്ങളെയും തകർക്കുന്നത്. മോഹമാണ് വാസ്തവത്തിൽ എല്ലാ പാപങ്ങളുടെയും പ്രാഥമികമായ കാര്യമെന്ന് പറയുന്നത്. നമ്മൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തില് അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ മോഹത്തിന്റെ പ്രത്യേകതകൾ അവിടെ പറയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്നു, ഒരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെടുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. അവിടെ പരീക്ഷ എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭനം എന്നുള്ള വാക്കാണ്, ടെംപ്റ്റേഷനാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. പരീക്ഷ എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ഉണ്ട്, ടെംപ്റ്റേഷൻ ഉണ്ട്. ടെസ്റ്റിനെയാണ് ശരിക്കും പരീക്ഷ എന്ന് പറയുന്നത്, ബാക്കി പറയുന്നത് ടെംപ്റ്റേഷനാണ്. ഒരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് ആരും പറയരുതെന്ന് പറയുന്ന വേദവസ്തുത്തിൽ എഴുതിയിരിക്കുകയാണ്. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് പറഞ്ഞു എന്തെന്നാൽ, അപ്പൊ ദൈവം പരീക്ഷിക്കുന്നില്ലേ? അവിടെ ദൈവം അബ്രഹാമിനെ ടെംപ്റ്റ് ചെയ്യുകയല്ല, ടെസ്റ്റ് ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്, അല്ലാതെ പരീക്ഷിക്കുകയല്ല. ഞാൻ പറഞ്ഞ വാക്കിന്റെ പ്രശ്നമാണ് ഇവിടെ. ഓക്കെ, ദൈവം എന്ത് ചെയ്യത്തില്ല? ടെംപ്റ്റ് ചെയ്യല. ടെംപ്റ്റേഷന്റെ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ, ടെംപ്റ്റേഷനകത്ത് തെറ്റ് ചെയ്യാനുള്ള പ്രേരണയുണ്ട്. അത് പിശാച് മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരാൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവം എന്നെ പ്രലോഭിപ്പിച്ചു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവൻ അല്ല. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നത് പറയുന്നത് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, അപകടം ഉണ്ടായി ബ്രദറെ, എന്നാലും ജീവൻ രക്ഷപ്പെട്ടു. ആ, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചത്തില്ലെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷെ അതല്ല അതിനകത്തെ അർത്ഥം. ദൈവം ടെംപ്റ്റ് ചെയ്തില്ലെന്ന് പറയുന്നത് തെറ്റ് ചെയ്യാൻ ദൈവം ആരെയും പ്രേരിപ്പിക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് കർത്താവ് എന്തിനാ കൈക്കൂലി വാങ്ങിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് കർത്താവിനോട് ആരും ചോദിക്കൊന്നും വേണ്ട. അതൊന്നും കർത്താവ് ചെയ്യത്തില്ല. അപ്പോൾ കർത്താവ് നമ്മൾ എന്ത് ചെയ്തില്ല? തെറ്റ് ചെയ്യാനായിട്ട് പ്രേരണ തരത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ തെറ്റിൽ വീഴുന്നത്? അത് ബ്രദറെ സാത്താൻ, അല്ലാതെ എന്തോന്ന്? സാത്താനാണ് എല്ലാത്തിന്റെയും കുറ്റക്കാരൻ. സാത്താൻ അവന്റെ പണി ചെയ്യുമെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇതിനകത്ത് നമ്മളാണ് യഥാർത്ഥ കൾപ്രിറ്റ്. അവിടെ പറയുന്നത് ഓരോരുത്തൻ എന്താണ് പരീക്ഷിക്കപ്പെടുന്നത്? സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട്. ഇല്ല, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അപ്പോൾ ഒരുത്തൻ പാപം ചെയ്യുന്നതിന്റെ പ്രാഥമിക കാര്യമെന്ന് പറയുന്നത് അവന്റെ മോഹങ്ങളാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗർഭധാരണം നടക്കണമെങ്കിൽ 2 ഏജൻസ് വേണം. നമുക്കറിയാമല്ലോ, 2 ഏജൻസ് ഉണ്ടെങ്കിലേ ഗർഭധാരണം നടക്കത്തുള്ളൂ. ഇപ്പൊ ഒരു പൂവിന്റെ പരാഗണം നടക്കുകയാണ്. അത് പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും അവിടെ നിന്ന് ഒരു വിത്ത് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഫെർട്ടൈലായിട്ടുള്ള ഒരു വിത്ത് ഉണ്ടാകത്തില്ല. ഉണ്ടാകണമെങ്കിൽ പരാഗണം നടക്കണം. 2 ഏജൻസ് കൂടുമ്പോൾ മാത്രമേ ഒരു പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കൺസെപ്ഷൻ നടക്കത്തുള്ളൂ. ഇതുപോലെയുള്ള 2 ഏജൻസ് നമ്മുടെ പാപങ്ങളുടെ കാര്യത്തിലുണ്ടെന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. എന്താണ്? എന്റെ മോഹങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക.
അന്നേരം സാത്താൻ വണ്ടായിട്ട് വന്നിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പറയാണ്, എന്ത് ചെയ്യുന്നു? അവന്റെ സജഷൻസ് അല്ലെങ്കിൽ അവന്റെ ആലോചന, സജഷൻസ്, പിശാച് എപ്പോഴും തരുന്നത് സജഷൻസാണ്. എന്റെ മോഹങ്ങൾ എന്നിൽ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ മോഹങ്ങളുടെ പൂർത്തീകരണത്തിനായി എന്തോ ചെയ്യണമെന്നുള്ളത് പിശാച് വന്ന് എന്നോട് സജസ്റ്റ് ചെയ്യും. ആ സജഷനും എന്റെ മോഹവും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഗർഭധാരണം നടക്കുന്നത്. ഇതിനകത്ത് ഒരു ഏജന്റേ ഉള്ളെങ്കിൽ ഗർഭധാരണം നടക്കത്തില്ല. എന്റെ മോഹങ്ങൾ എത്ര വിരിഞ്ഞു നിന്നാലും പിശാച് അവന്റെ നിർദ്ദേശങ്ങളുമായിട്ട് വന്നില്ലെങ്കിൽ പാപം സംഭവിക്കത്തില്ല. അതേപോലെ പിശാച് അവന്റെ എത്ര നിർദ്ദേശങ്ങളുമായിട്ട് വന്നാലും എന്റെ മോഹം വിരിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല? പാപം സംഭവിക്കത്തില്ല. ഇതിൽ ഏതെങ്കിലും ഒരാൾ പിന്മാറിയാൽ പാപം നടക്കത്തില്ല. അപ്പൊ ആരാ പിന്മാറുന്നെന്നുള്ള ചോദ്യം. പിശാച് പിന്മാറാൻ പറയാൻ പറ്റത്തില്ല, കാര്യം അത് അവന്റെ ജോലി. അവൻ എപ്പോഴും നിർദ്ദേശം തന്നുകൊണ്ടേയിരിക്കും. പിന്നെ പാപം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മോഹങ്ങളെ നമ്മൾ അടച്ചു വെക്കണം. ഇത് രണ്ടും കൂടെ കേറിയാ ഉണ്ടല്ലോ, തീർച്ചയായും എന്ത് സംഭവിച്ചിരിക്കും? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പ്രവാചകന്മാര് പലപ്പോഴും വന്ന് പറയുന്നത്, നീ മോഹിച്ചോളാനാ ഇഷ്ടം പോലെ. നിനക്ക് കാറ് വേണോ കാറ്, വീട് വേണോ വീട്, എന്ത് വേണമെങ്കിലും മോഹിച്ചോ. നിന്റെ മനസ്സിന്റെ സ്വപ്നങ്ങളെല്ലാം, വന്യമായ സ്വപ്നങ്ങളെല്ലാം, അതിനെ സ്വപ്നം കാണാനാ പറയുന്നത്. അങ്ങനെ സ്വപ്നം കണ്ടാൽ ഗർഭം ധരിക്കും. ഗർഭം ധരിച്ചാൽ കാറ് പ്രസവിക്കും. വേദപുസ്തകത്തിൽ മോഹം ഗർഭം ധരിച്ചാൽ കാറ് പ്രസവിക്കുമെന്നല്ല, മോഹം ഗർഭം ധരിച്ചാൽ പാപത്തെ പ്രസവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പ്രവാചകന്മാർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്, കർത്താവ് പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? നമ്മുടെ മോഹങ്ങൾ ഗർഭം ധരിച്ചാൽ അവസാനം അത് പാപത്തെ മാത്രമേ പ്രസവിക്കത്തുള്ളൂ. പാപം ചിലപ്പം കാറിന്റെ രൂപത്തിലായിരിക്കും വന്ന് കയറുന്നെന്നുള്ളൂ തലയിൽ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മോഹങ്ങളാണ് നമ്മുടെ പാപങ്ങളുടെ വിത്ത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് മോഹത്തെ ഇല്ലാതാക്കുകയാണ്, മോഹത്തെ നശിപ്പിക്കുകയാണ്, മോഹത്തിന്റെ തലത്തിൽ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യുകയാണ്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ മോഹത്തിന് വിത്തില്ലാതെ വണ്ണം യേശുവിന്റെ സ്നേഹം കൊണ്ടും സംതൃപ്തി കൊണ്ടും അതിനെ നിറയ്ക്കുകയാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. സംതൃപ്തിയുള്ള ഒരുത്തനെ അതൊരു ആദായമാണ്. സംതൃപ്തി നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. മോഹം നമ്മളെ അസൂയയിലേക്കും, അസൂയ പകയിലേക്കും, പക കൊലയിലേക്കും, കൊല നിരാശയിലേക്കും, നിരാശ നരകത്തിലേക്കും നയിക്കുകയാണ്. സംതൃപ്തി നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. When you are content, that is the gateway to holiness. സംതൃപ്തിയാണ് വിശുദ്ധിയിലേക്കുള്ള പടി. എലീശ വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് പറയാൻ കാര്യം അവൻ സംതൃപ്തനായിരുന്നു. അവൻ സംതൃപ്തനായിരുന്നത് കൊണ്ട് അവനെ ആർക്കും വശീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്, നഹമാൻ അവനെ വശീകരിക്കാനായിട്ട് കഴിയുന്നില്ല. ആർക്കും അവനെ വശീകരിക്കാൻ കഴിയുന്നില്ല. രാജാക്കന്മാർക്കൊന്നും അവനെ വശീകരിക്കാനായിട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവൻ കണ്ടന്റ് ആയിരുന്നു, അവൻ സംതൃപ്തനായിരുന്നു. എന്നാൽ എപ്പോൾ നിങ്ങൾ മോഹിക്കുന്നുവോ ആ മോഹം നരകത്തിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ്. സോ contentment is a gateway to holiness, and when you covet, that is a gateway to hell. നിങ്ങൾ മോഹിക്കാൻ തുടങ്ങിയാൽ മോഹം അസൂയയിലേക്കും, അസൂയ പകയിലേക്കും, എല്ലാം. ഫ്രാൻസിസ് ഷിഫർ പറഞ്ഞൊരു വാചകമുണ്ട്, വെൻ യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. ഞാൻ അതിനെക്കുറിച്ച് പ്രയറിനെ കുറിച്ചുള്ള സിഡിയിൽ, പ്രാർത്ഥനയെക്കുറിച്ചുള്ള സിഡിക്ക് അത് പറഞ്ഞിട്ടുണ്ട്. വെൻ യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. നമുക്ക് ആത്മീകനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ആവശ്യമായിരിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ആരാണ് നന്ദിയുള്ളവൻ? സംതൃപ്തി ഉള്ളവനാണ് നന്ദിയുള്ളവൻ എന്നുള്ളത് മനസ്സിലാക്കണം. നന്ദിയുള്ള ഒരു വ്യക്തിയെ സാത്താൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ശരിയായിട്ടും നന്ദി ഉണ്ടെങ്കിൽ, ശരിയായിട്ടും നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാചിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ല സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാച് അടുത്ത് വന്നിട്ട് നിങ്ങൾക്കില്ലാത്തതും നിങ്ങളുടെ സഹോദരനുള്ളതുമായ ഒരു കാര്യം കാണിച്ച് നിങ്ങളെ അസൂയപ്പെടുത്താൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നിങ്ങൾ ശരിക്കും നന്ദിയുള്ള സംതൃപ്തനായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹോദരനുള്ള കാര്യത്തെ, നിങ്ങൾക്കില്ലാത്ത കാര്യത്തെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ പറയും, അതിനെന്താ, അവൻ എൻ്റെ സഹോദരനല്ലേ, അവൻ നന്നായിട്ട് കിടക്കുന്നതല്ലേ, എനിക്ക് സന്തോഷം. അവൻ നന്നായിട്ട് കിടക്കട്ടെ, അവനൊരു കാറ് വാങ്ങിക്കട്ടെ, എനിക്കും വല്ലപ്പോഴും കയറാമല്ലോ. അല്ലാതെ അവൻ കാറ് വാങ്ങിച്ചപ്പം അവന് കാറ് കിട്ടി, എനിക്ക് കാറില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ അവൻ നല്ലൊരു വീട് പണിയട്ടെ, അവന് നല്ല ശമ്പളം കിട്ടട്ടെ. ഒന്നും അല്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവനൊരു നാരങ്ങാവളം തരാൻ അവൻ്റെ ഉണ്ടല്ലോ. എന്തിനാ അസൂയപ്പെടുന്നത്? മറ്റൊരാൾക്ക് നന്മ ഉണ്ടാകുന്നത് നമുക്കും പ്രയോജനമേ ഉണ്ടാകത്തുള്ളൂ, ദോഷമൊന്നും ഉണ്ടാകത്തില്ല. മറ്റൊരാൾക്ക് നന്മ ഉണ്ടെന്നും വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകാനുണ്ടോ?
എന്തിനാ നമ്മൾ അസൂയപ്പെടുന്നത്? അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിശാച് വന്ന് നിനക്കില്ല, അവനുണ്ട്. അതുകൊണ്ട് പിശാച് നമ്മളോട് ചില കള്ളത്തരം പറയും. ഇതില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ജീവിക്കുന്നത്? ഇതില്ലെങ്കിൽ നിന്റെ നരകമാണ്. നിന്റെ ഇല്ലായ്മയെ കാണിച്ച് അസംതൃപ്തി വിതറുന്ന വ്യക്തിയാണ് പിശാച് എന്ന് പറയുന്നത്. നിന്റെ ഇല്ലായ്മയിൽ മറ്റൊരുത്തനുള്ളതും അവൻ വന്ന് പറയുന്ന കള്ളത്തരം, ഇതില്ലെങ്കിൽ നിന്റെ ജീവിതം തീർന്നെന്ന്. ഒരു കാറില്ലാതെ എങ്ങനെ ജീവിക്കുന്നീ? ഈ മഴയത്ത് എങ്ങനെ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നേ? പനി പിടിക്കത്തില്ലേ? ബൈക്കില്ലാതിരുന്നൊരു കാലമില്ലേ? സൈക്കിളിൽ നടന്നപ്പോഴോ? അത് നമ്മൾ മറന്നുപോകും. നമ്മുടെ ഏത് സുഖവും നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. എന്ന് പറയും, ഇതില്ലെങ്കിൽ നീ നശിച്ചു പോകും. അത് സാത്താൻ പറയുന്നൊരു കള്ളത്തരമാണ്. സാത്താൻ നമ്മളോട് പറയുന്നത് അറിയാമോ? നിനക്ക് മാനമര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ഇപ്പോഴുള്ള വരുമാനത്തിന്റെ ഇരട്ടിയെങ്കിലും ഉണ്ടെങ്കിലേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സത്യം, ഇപ്പോഴുള്ളതിന്റെ പകുതി ആയാലും നീ ചത്തുപോകുന്നൊന്നുമില്ല. ഇപ്പോഴുള്ള ശമ്പളത്തിന് നേരെ പകുതി ആയിപ്പോയി, ഒറ്റയടിക്ക് പകുതിയായിപ്പോയി. നിങ്ങൾ ചത്തുപോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. ചിലപ്പോൾ ചില ജങ്ക് വലിച്ചു കൂട്ട് നോക്കാൻ നിന്നിരിക്കും, അത്രേ ഉള്ളൂ. ആവശ്യമില്ലാതെ ചിലപ്പോൾ നിങ്ങളുടെ ഫർണിച്ചർ മാറാൻ പറ്റിയില്ലെന്നിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജ് കട എന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രിഡ്ജ് ആയിരിക്കും. അതൊന്ന് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു ചിലപ്പോൾ നടന്നില്ലെന്നിരിക്കും. നിങ്ങളുടെ വണ്ടി ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ ഓഫായി കിടക്കുന്നുണ്ടായിരിക്കാം, ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന പോലെ. പക്ഷേ ഇതില്ലെന്നും പറഞ്ഞുകൊണ്ടൊന്നും അങ്ങ് ചത്തുപോകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാചിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊടാൻ പറ്റത്തില്ല. അവൻ പറയുന്ന കള്ളത്തരങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത്. യാക്കോബ് പായസം വെച്ച്, ചുവന്ന പായസം നിങ്ങൾക്കറിയാമല്ലോ, വായിപ്പിക്കുന്നില്ല. പായസം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏശാവിന്റെ വായിൽ കൊതി ഊറി കഴിഞ്ഞപ്പോഴത്തേക്ക്, എടാ അനിയ, എനിക്ക് ഇങ്ങോട്ട് താടാ കുറച്ച് പായസം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിനക്ക് പായസം തരാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതെന്തറിയാമോ? എന്റെ ജ്യേഷ്ഠാവകാശം കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? ഈ പായസം കുടിച്ചില്ല ഞാൻ ഇപ്പം മരിച്ചു പോകുമല്ലോ എന്ന് എഴുതിയിരിക്കുന്ന. അങ്ങനെയാണ്. എന്റെ ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്ത് ഗുണം? ഞാൻ പായസം കുടിക്കാതെ ഇപ്പൊ എന്ത് ചെയ്തു പോകും? മരിച്ചു പോകുമെന്ന്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അന്നേരം ഏശാവ് പായസം കുടിച്ചില്ലായിരുന്നു ഞാൻ ചത്തുപോകുന്നു. എണീറ്റ് നിന്ന് അനിയനോട് ഒന്നുമല്ലെങ്കിൽ അത് കണ്ടപ്പോ ചുവന്ന പായസമാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ അവന്റെ കണ്ണ് കിറിഞ്ചി പോയൊന്നുമില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവന് ആ പായസം കുടിക്കാതെ ഒരു ദിവസം കൂടെ ജീവിച്ചാലും ചത്തുപോകത്തില്ലെന്നാ. പക്ഷെ സാത്താൻ പറഞ്ഞു, എന്ത്? ഇത് കുടിച്ചില്ലെങ്കിൽ നീ ചത്തുപോകും. പ്രിയമുള്ളവരെ, ഇതുപോലെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും നമുക്കില്ലാതെ വരുമ്പോഴെല്ലാം പിശാച് വന്നിട്ട് പറയും, ഇതില്ലെങ്കിൽ നിന്റെ മരണമാണെന്ന്. വെറുതെയാണ്. പിശാച് വന്ന് പറയും, നിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം നിനക്ക് പണമില്ലാത്തതാണെന്ന്. കള്ളമാ പറയുന്നത്. നിന്റെ പ്രശ്നങ്ങളുടെ മൂല കാരണം പണമില്ലാത്തതൊന്നും അല്ല. ചിലപ്പോൾ പണം ഉള്ളതായിരിക്കും. നിന്നെ മറ്റൊരു ലോകത്തിലേക്ക്, ദൈവാശ്രയം ഇല്ലാത്ത ലോകത്തിലേക്ക് നിന്നെ നയിക്കാനായിരിക്കും ഒരുപക്ഷെ പിശാച് ഇത് പറയുന്നത്. സാത്താൻ പറയും, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പണമില്ലാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളൊരു വെറും തെറ്റിദ്ധാരണയാണ്. പണമില്ലെങ്കിലും ജീവിക്കാം. ഇതിന്ന് വിശ്വസിക്കാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. ഇതിന്നിപ്പോ നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. നമ്മുടെ എല്ലാം ഇപ്പം സുവിശേഷ സംഘടനകൾ ഉൾപ്പെടെ, ഞാനും ഒരു മിഷന്റെ ലീഡറാണ്. മിഷനറി ഓർഗനൈസേഷൻസ് വന്ന് പറയുന്ന ഒരു വലിയൊരു കള്ളത്തരമുണ്ട്. എന്നറിയാമോ? പ്രിയമുള്ളവര്, അവിടെ പഞ്ചാബില്, അവിടെ ഹരിയാനയില്, അവിടെ കാശ്മീരില്, അവിടെയൊക്കെയും ജനങ്ങളെ യേശുവിനെ അറിയാത്തവരായിട്ട് മരിക്കുന്നു. അവിടെ എല്ലാം പോയി ഞങ്ങൾക്ക് സുവിശേഷം അറിയിക്കണമെന്നുണ്ട്. കർത്താവ് ഞങ്ങളെ അതിനുവേണ്ടി വിളിച്ചിട്ടുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് പൈസ ഇല്ല. നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, ഞങ്ങൾ പൊക്കോളാം. നിങ്ങൾ ഇങ്ങോട്ട് തന്നാ മതി, ഞങ്ങൾ പൊക്കോളാം. വേദപുസ്തകത്തിന്റെ തത്വം അതല്ല. ഇവർ പറയുന്നത് ഗോ ഓർ ഗിവ് എന്നാ. ഒന്നുകിൽ പോവുക, അല്ലെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അയക്കുക. അത് വേദപുസ്തകത്തിന്റെ തത്വമല്ല. വേദപുസ്തകം പറയുന്നത് ഗോ ആൻഡ് ഗിവ് എന്നാണ്, അല്ലാതെ ഗോ ഓർ ഗിവ് എന്നല്ല. പോവുക അല്ലെങ്കിൽ അയക്കുക എന്ന് പറഞ്ഞ് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. നീ പോവുകയും വേണം, അയക്കുകയും വേണം. പോകാത്തവൻ കൊടുക്കുകയൊന്നും വേണ്ട. കാശ്മീരിൽ പോകാൻ പറ്റത്തില്ലെങ്കിലും പറവട്ടാനി പോകാൻ നിനക്ക് പറ്റുമല്ലോ. ഇവിടെ കിടന്നിട്ട് പറവട്ടാനി പോയി സുവിശേഷം പറഞ്ഞിട്ടില്ലാത്തവൻ കാശ്മീരിലേക്ക് ആളെ അയച്ചിട്ട് എന്ത് കൊടുക്കാനാ? നീ ആദ്യം പറവട്ടാനി പോയി ഒരു സുവിശേഷം പറ. അത് കഴിഞ്ഞിട്ട് മതി കാശ്മീരിലോട്ട് ആളെ വിടുന്നത്. അതിന് നേരമില്ല, അതിന് സമയമില്ല. അയലോക്കക്കാരനോട് സുവിശേഷം പറയാത്തവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൈസ കൊടുത്ത് കർത്താവ് നിന്റെ കള്ളത്തരത്തെ സഹിക്കുമെന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ആദ്യം നീ ചെയ്യാനുള്ള കാര്യം ചെയ്യുക. നിങ്ങളുടെ അയൽവക്കക്കാരോട് നിങ്ങൾ സുവിശേഷം പറ. അവരുമായിട്ട് ആദ്യം അയൽവക്കക്കാരനോടൊന്ന് മിണ്ട്.
ഇത് സ്വാർത്ഥമായ ജീവിതം ജീവിച്ചേച്ച് കാശ്മീരിലേക്ക് ആളെ വിടാൻ കാശ് കൊടുക്കുന്നു, വന്ന് വാങ്ങിക്കാനും ആളുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം നടക്കാത്തതെന്നാ. പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ സുവിശേഷ വേല നടക്കാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ഇന്ത്യയിൽ സുവിശേഷ വേല നടക്കാത്തത് പണം കൂടുതലുള്ളത് കൊണ്ടാണ്. പൈസ കൂടുതലുള്ളപ്പോഴാണ് ഒന്നും നടക്കാത്തത്. ഇത് പറയാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ള ഒരാളാണ് ഞാൻ ചെയ്യാതൊന്നും പറയുന്നതല്ല. പണം എന്ന് പറയുന്നത് ദ ലീസ്റ്റ് തിങ് ദാറ്റ് ഈസ് നീഡഡ്. കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു മിഷൻ ഫണ്ട് രൂപീകരിച്ച് എല്ലാവർക്കും അയക്കാനായിട്ട്, കർത്താവിന് ദൈവത്തിന് അയക്കണമെന്നുണ്ട്, പക്ഷെ പൈസ ഇല്ലാതെ കർത്താവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. കൊയ്ത്തിന്റെ യജമാനൻ ഇങ്ങനെ ഒത്തിരി പേരെ കണ്ടുവച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും പോകാൻ പൈസ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു മിഷൻ ഫണ്ട് രൂപീകരിക്കാനാണ് പറഞ്ഞത്. ഒന്നുമല്ല. ഇവിടെ ലാക്നെസ് എന്ന് പറയുന്നത് ആളുകൾക്കാ, അല്ലാതെ പണത്തിനല്ല. പോകാൻ ആളില്ല, കഷ്ടപ്പെടാൻ ആളില്ല, കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ ആളില്ല. അതാ പ്രശ്നം. പിശാച് പറയും പണമാണ് പ്രശ്നമെന്ന്. പിശാച് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. സ്പോൺസർ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്നാണ് നമ്മൾ പറഞ്ഞ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. സ്പോൺസർ ഇല്ലെങ്കിൽ എന്തോ പറ്റാനാ? സ്പോൺസർ വന്നതാ ഇവിടുത്തെ എല്ലാ നഷ്ടവും നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സഭകളിലൊക്കെ ഉണ്ടല്ലോ. ഈ സ്പോൺസർ ഇല്ലായിരുന്ന കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. സ്പോൺസർ വന്നതോടെ ഇവിടുത്തെ എല്ലാ പരിപാടിയും തീർന്നു. കാര്യം, നേരത്തെ പരിശുദ്ധാത്മാവിന് നയിക്കാമായിരുന്നു, ഇപ്പൊ സ്പോൺസർക്ക് നയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ചൊന്നും, കാര്യം സ്പോൺസർമാരൊക്കെ ഇച്ചിരി പൈസ ഉള്ളവരും ബുദ്ധിമാന്മാരുമാണ്, അവർക്ക് ഒത്തിരി ബുദ്ധി കൂടുതൽ. അപ്പൊ അതുകൊണ്ട് അവർ നമുക്ക് എല്ലാ സ്ട്രാറ്റജിയും പറഞ്ഞു തരും. അത് ചെയ്യുക, ഇത് ചെയ്യുക, പാസ്റ്ററെ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. നല്ലതായിരിക്കുമെന്നല്ല, ഇങ്ങനെ ചെയ്താലേ ഞാൻ കാശ് വരത്തുള്ളതായി പറയുന്നല്ല, അത് വേറെ ഒന്നുമല്ല. അത് കേട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്പോൺസർ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. സാത്താൻ പറയുന്ന ഒരു കള്ളത്തരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം ഉണ്ടെങ്കിൽ, സ്പോൺസർ ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ എന്ന് പറയുന്നത്. ആവശ്യമായിരിക്കുന്നത് ദൈവകൃപയാണ്. കർത്താവിന് നമ്മളെ എവിടെയും പോറ്റാനായിട്ട് പറ്റും. എവിടെയും സ്പോൺസർ ഇല്ലാതെയും പോറ്റാൻ പറ്റും. ഏത് സ്ഥലത്തും എവിടെയും. ഞാൻ സാധാരണ എന്റെ എക്സ്പീരിയൻസസ് ഒന്നും പറയാറില്ല, എങ്കിലും ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് മൊസാംബിക്കിലോട്ട് പോകാനായിട്ട് ഡാറസലാമിൽ നിന്ന് നമ്പുള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫ്ലൈറ്റിന് പോവുകയാണ്. അപ്പൊ ടിക്കറ്റ് റേറ്റ് ഇച്ചിരി കൂടുതലാണ്. എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, അവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് പലപ്പോഴും പൈസ കൂടുതലാണ്. അങ്ങനെ ഒരു പ്രയാസത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്കിലും ഞാൻ ചർച്ചിലെ ഞായറാഴ്ചത്തെ വർഷിപ്പ് കഴിഞ്ഞു. 10,000 മെമ്പേഴ്സുള്ള ഒരു ചർച്ചാണ് ഞാൻ അവിടെ കൂടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞു. ഫ്ലൈറ്റിന്റെ ടൈമിൽ ഫ്ലൈറ്റ് കയറി. എനിക്ക് ഈ ഫ്ലൈറ്റിന്റെ അയൽ സീറ്റാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് വിൻഡോ സീറ്റ് അത്ര ഇഷ്ടമില്ല. കൊച്ചു ഫ്ലൈറ്റുമാണ്. അപ്പൊ ഞാൻ ഈ അയൽ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തില് നല്ല ഹൈറ്റ് ഉള്ള ഒരു സ്ത്രീ, നല്ല സൈസ് ഉണ്ട്. അവരെന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിനക്ക് ആ സൈഡിലോട്ട് മാറിയിരിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല, അത്രയ്ക്കും സൈസ് ഉണ്ട് ഇവര്. അപ്പൊ ഞാനെന്ത് ഞാൻ കയറിയിരുന്നു. ഭക്ഷണം വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്നോട് ചോദിച്ചു, നീ ഇന്ത്യക്കാരനല്ലേ? ഞാൻ പറഞ്ഞു അതെ. നീ എന്നെ കടവല്ലോ നടത്താനാണോ പോകുന്നത് എന്ന് ചോദിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാർവാടികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവർ ചിന്തിക്കുന്നത് ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് അവിടെ കച്ചവടം നടത്താൻ പോകും. ഞാൻ പറഞ്ഞു ഇല്ല, ഐ എം നോട്ട് എ ബിസിനസ് മാൻ, ഐ എം എ മിഷണറി. മിഷണറി, വാട്ട് ഡു യു മീൻ? യു ആർ എ ക്രിസ്ത്യൻ? ഞാൻ പറഞ്ഞു യെസ്. നീ എന്ത് മിഷൻ വർക്ക് ആയിരുന്നു? ഞാൻ പറഞ്ഞു ഐ ടീച്ച് പാസ്റ്റേഴ്സ്. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പം വലിയ സന്തോഷമായി. അവർക്ക് പറഞ്ഞു ഐ എം എ ക്രിസ്ത്യൻ, ഐ ഓൾസോ ഇൻവോൾവ് വിത്ത് സം കൈൻഡ് ഓഫ് ഹീലിംഗ് മിനിസ്ട്രി. അവരെന്തോ ഒരു സോഷ്യൽ ഓർഗനൈസേഷന്റെ എന്തോ പരിപാടികളൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പി ടു സീ യു. അപ്പൊ ഇന്ത്യ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ ഭക്ഷണം വന്നപ്പോൾ ഞാൻ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടാണ് കയറിയത്, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അവർ ഭക്ഷണത്തിന് വേണ്ടി വളരെ ഒച്ചത്തിലൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കൊള്ളാമല്ലോ ഈ സ്ത്രീ. സാധാരണ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് കണ്ണടച്ചൊക്കെ പ്രാർത്ഥിക്കുന്നു, ഇവർ ഭയങ്കര ഒച്ചത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പം എനിക്ക് ഒരു സന്തോഷം തോന്നി. പക്ഷെ ഞാനൊന്ന് കണ്ണടച്ച്, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എന്നെ തോണ്ടി വിളിച്ചിട്ട് കുറച്ച് ഡോളേഴ്സ് എടുത്ത് എന്റെ കൈ തന്നു. ഞാൻ ചോദിച്ചു, വാട്ട്സ് ഇറ്റ്? ഗോഡ് ടോൾഡ് മീ ടു ഗിവ് ഇറ്റ് ടു യു. ഞാൻ ചോദിച്ചു, ഇതെന്തോ നീ കാണിക്കുന്നത്? എന്നെ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു ഇത് നിനക്ക് തരാൻ. ഞാൻ ചോദിച്ചു, വൈ? ഐ ഹാവ് ഇനഫ് മണി. അപ്പൊ എനിക്ക് പെട്ടെന്ന് നമ്മുടെ അഭിമാനവും എല്ലാം കൂടെ കയറിയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു, എനിക്ക് ആവശ്യത്തിന് പൈസ ഉണ്ട്, നീ എന്ന് എനിക്ക് തരുന്നേ? കാര്യം ഞാൻ അവരോട് മിഷന്റെ കാര്യം പറഞ്ഞില്ല, ഞാൻ എന്ത് ചെയ്യുന്നുള്ള ഞാൻ അങ്ങനെ ടോക്കൊന്നും ഉണ്ടായില്ല. ഞാൻ അവരുടെ പണം ചോദിച്ചില്ല. ഇവര് സുവിശേഷത്തിന് പണം കൊടുക്കുന്ന മദാമയൊന്നും അല്ല. ഇവര് അവിടെ ഏതോ ഒരു ഓർഗനൈസേഷനിൽ എന്തോ കാര്യത്തിന് വേണ്ടി പോയതാണ്. ഇവരെനിക്ക് കാശ് തരുന്നേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഐ ഹാവ് ഇനഫ് മണി.
ബട്ട് ഗോഡ് ടോൾഡ് മീ യു വിൽ നീഡ് ഇറ്റ്. ദൈവം എന്നോട് പറഞ്ഞു നിനക്ക് ഇത് ആവശ്യം വരും, പിടി. അവർ ആജ്ഞാപിക്കുന്ന പോലെ പറഞ്ഞത്. ടേക്ക് ഇറ്റ് മാൻ, ഗോഡ് ടോൾഡ് മീ യു വിൽ നീഡ് ഇറ്റ്. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ ഒരു കാര്യം പഠിപ്പിക്കാനാ ഞാൻ ഇത് ചെയ്തത്, മറ്റൊന്നുമല്ല. നിന്നെ സഹായിക്കണമെങ്കിൽ എനിക്ക് ഭൂമി വെച്ചല്ല, വേണമെങ്കിൽ മധ്യാകാശത്ത് വെച്ചും സഹായിക്കാൻ പറ്റുമെന്ന് നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, സ്പോൺസർ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പോകാതിരിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കണം, നിന്നോട് പോകാൻ പറഞ്ഞ അങ്ങ് പോയാൽ മതി, ദൈവം അതിന്റെ പുറകെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. സ്പോൺസറെ നോക്കിയിരിക്കുന്നവൻ ഒരിക്കലും ഗതി പിടിക്കത്തില്ല. ഇന്ന് നമ്മുടെ പരാജയം അതാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് പോയിട്ടുള്ളതേ ഉള്ളൂ. അവരാരെങ്കിലും സ്പോൺസറെ കണ്ടു പോയിട്ടുണ്ടോ? അവരങ്ങ് പോവുകയായിരുന്നു. അവർ പോകുന്ന വഴിയിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് നൽകുകയായിരുന്നു. അതാത് ദിവസത്തേക്ക് ആവശ്യമുള്ളത് കർത്താവ് നൽകുകയാണ്. നിരന്തരം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യതയോടെ പറയുന്നത്. എലീശ ഒരു ധനമോഹി ആയിരുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? അവൻ ദൈവത്തെ അനുസരിച്ച് എല്ലാം ഇട്ടിട്ട് പോകാനായിട്ട് അവൻ തയ്യാറായിരുന്നത് കൊണ്ട് ഗോഡ് വാസ് പ്രൊവൈഡ്. ഹി വാസ് എ മാൻ വിത്ത് കണ്ടന്റ്മെന്റ്. അവൻ സംതൃപ്തനായ ഒരു മനുഷ്യനായിരുന്നു. സാത്താൻ പറയുന്ന കള്ളത്തരങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത്. സ്പോൺസർ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവ് ഇരിക്കേണ്ട കസേര സ്പോൺസർ കയറി ഇരിക്കാനാ ഇവരുടെ എല്ലാം പരിശ്രമം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതാണ് നമ്മുടെ പരാജയത്തിന്റെ ഒരു കാരണം. സാത്താൻ പറയുന്ന അടുത്ത കള്ളത്തരം എന്നാണെന്നറിയാമോ? അധികാരം ഉണ്ടെങ്കിലേ വല്ലതുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളതാണ്. പിശാച് പറയുന്ന അടുത്ത കള്ളത്തരമാണ് അധികാരം ഉണ്ടെങ്കിലേ വല്ലതുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഈ കൗൺസിലോ മറ്റുള്ള കാര്യങ്ങൾ എന്റെ ലോക്കൽ സഭയിലെ ഒരു മെമ്പർഷിപ്പ് ഒഴികെ വേറെ ഒന്നും എനിക്കില്ല. മെമ്പർഷിപ്പ് ഉണ്ടെന്ന് അവർ തോന്നുന്നു, എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും. കാര്യം ഞാൻ അവിടെ ചെല്ലുമ്പോഴെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് മെമ്പർഷിപ്പ് ഉണ്ട്. അല്ലാതെ ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങളുടെ സഭയിലെ കമ്മിറ്റി ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. സോ ലോക്കൽ ചർച്ചിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലോക്കൽ ചർച്ചിൽ പോലും ഞാൻ ഇന്നുവരെ ഒരു അധികാരത്തിൽ കയറിയിട്ടില്ല. മരിക്കുന്നത് വരെ എന്റെ വിശ്വാസത്തിലും ഇതിൽ നിന്ന് താഴോട്ട് പോകാതിരിക്കാനായിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും വേണം. ഇതിനപ്പുറത്തോട്ടുള്ള ഒരു പോക്കുണ്ടാകാതിരിക്കാൻ. അപ്പൊ ആളുകളൊക്കെ എന്നോട് ചോദിക്കാനുള്ള കാര്യം, നമ്മൾ ആത്മാർത്ഥമുള്ളവരാ. സാജു, നിങ്ങളെപ്പോലുള്ളവരൊക്കെ പുറത്ത് നിന്നാൽ എങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത്? സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ അകത്ത് കയറാതെ അല്ലെങ്കിൽ അധികാരത്തിൽ കയറാതെ പുറത്ത് നിന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ സാധിക്കുന്നത്? ഞാൻ പറയുന്നത്, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെങ്കിലും കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണല്ലോ എനിക്കിവിടെ ധൈര്യമായിട്ട് വന്ന് പറയാൻ പറ്റുന്നത്. ഇല്ലേ? അകത്ത് കയറിയെടുത്ത് എനിക്കിത് പറയാൻ പറ്റുമായിരുന്നോ? ഇല്ല. കാര്യം ദൈവികതയിൽ നിന്നുള്ള പിന്മാറ്റത്തിന്റെ ഇടയ്ക്ക് കയറി അതിന്റെ കൂടെ കൂടിയിട്ട് പിന്നെ എനിക്ക് എങ്ങനെയാണ് ഇവരെ മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നത്? എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ ഒരു 30 വർഷത്തിന് മുമ്പെങ്കിലും വളരെ നന്നായിട്ട് ശുശ്രൂഷ രംഗത്ത് എനിക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആ കാലയളവിൽ എന്റെ കൂട്ടുകാരായ അന്നത്തെ യങ് ആയിട്ടുള്ള ആളുകളെല്ലാം കൂടെ ചിന്തിച്ചു, നമുക്ക് നമ്മുടെ സഭ ആകമാനമായിട്ട് നന്നാക്കണമെങ്കിൽ എല്ലാ യുവാക്കളും കൂടെ കൗൺസിലിൽ കയറണമെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, എന്റെ മാർഗം അതല്ല. ഞാൻ പഠിച്ചിരിക്കുന്നത് ഏത് ഉണർവും ഏത് വിപ്ലവവും ഉണ്ടാകുന്നത് താഴെ തട്ടിൽ നിന്നാണ്. മുകളിലത്തെ തട്ടിൽ നിന്ന് വിപ്ലവം ഒന്നും ഉണ്ടാകത്തില്ല. വിപ്ലവം ഉണ്ടാകുന്നത് എപ്പോഴും താഴത്തെ തട്ടിൽ നിന്നാണ്. അപ്പൊ എന്നോട് ഇന്ന് നേതൃനിരയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ അന്ന് എന്റെ സുഹൃത്തുക്കളാണ്. ഇന്നിപ്പോൾ സഭകളുടെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. അവർ പറഞ്ഞു, അത് സാജി ഒത്തിരി സെക്യുലറായിട്ടാണ് ചിന്തിക്കുന്നത്, അതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ സഭയുടെ പ്രശ്നം നേതാക്കന്മാർ പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് നേതാവുക എന്നുള്ളതാണ് സഭ നന്നാക്കാനുള്ള മാർഗം. ഞാൻ പറഞ്ഞു, എന്നെ അങ്ങ് വിട്ടേര്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അവരെല്ലാം കൂടെ പരിശ്രമിച്ച് ചാനലുണ്ടാക്കി എന്തോ ഉണ്ടാക്കിയാണെങ്കിലും ഒടുവിൽ നേതൃനിരയിൽ വന്ന് 30 കൊല്ലം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. ഒരു 4 കൊല്ലം കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ ഇവരെ എല്ലാം കണ്ടപ്പോൾ ഒരുമിച്ചിരുന്നപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെല്ലാം കൂടെ കൗൺസിലിൽ കയറി കഴിഞ്ഞാൽ ഇതങ്ങ് തിരിച്ചു മറിച്ചു വെക്കുമെന്ന്. എന്നിട്ട് എന്താ 4 കൊല്ലമായിട്ടും തിരിച്ചു മറിയാത്തത്? ഉടനെ ബോധം ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, എടാ സാജു, ഇതിനകത്തൊരു കാര്യമുണ്ട്. ഈ കസേര കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ചിന്തയേ ഉള്ളൂ, ഇതേ നിറങ്ങരുത്. അവിടെ ഇരിക്കുന്ന ഒരാളാണ് പറഞ്ഞത്, ഇപ്പോഴും ഇരിപ്പുണ്ട്. ഈ കസേര കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ചിന്തയെ മനസ്സിൽ വരത്തുള്ളൂ, എന്താ, ഇതെന്ന് ഇറങ്ങരുത്. പിന്നെ ഈ കസേരയിൽ ഇരിക്കാനുള്ള കാര്യമേ ഉള്ളൂ. ഇതങ്ങ് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റാൻ പറ്റത്തില്ല. ഈ കണ്ടക്ടറുടെ കൈയക്ഷരം നന്നാകണമെങ്കിലും കൈ ഒന്ന് പിടിച്ച് കുലുക്കിയാലേ പറ്റുള്ളൂ എന്നാ പറയുന്നത്. കാര്യം കണ്ടക്ടർ കമ്പിയ ചാരി നിന്നാണല്ലോ ഇത് എഴുതി പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് പിന്നെ കയ്യക്ഷരം നന്നാകണമെങ്കിൽ വെറുതെ ഇരുന്ന് എഴുതിയാലും
പറ്റത്തില്ല, പിന്നെ എന്ത് ചെയ്യണം, ഒന്ന് കുരുക്കണം എന്ന് പറഞ്ഞതുപോലെ ഈ കസേരയിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതില്ലാതെ ഇവർക്ക് പറ്റത്തില്ല. വല്ല ഫെവിക്കോളിന്റെയും പരസ്യത്തിനും ഉള്ളാവുന്ന ചിന്ത. കാര്യം ഇവിടെ കയറി ആ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്നതിനേക്കാൾ കഷ്ടമാണ്. എന്താ, അങ്ങ് ഒട്ടിയിരിക്കുകയാണ്, ഒട്ടിയിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ അഡിക്ഷൻ എന്ന് പറയുന്നത് വിസ്കിയും ബ്രാൻഡിയും ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അഡിക്ഷൻ എന്ന് പറയുന്നത് കസേരയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ തിരിച്ചു പോകുന്നൊരു പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ഏത് രീതിയിലും ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നതാണ് നമ്മുടെ സഭ നന്നാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളോട് പിശാച് പറയുന്നൊരു കള്ളത്തരമാണ് അധികാരമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്നുള്ളത്. ഇതുപോലെ പിശാച് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ പിശാച് പറയുന്ന ഒരു കള്ളത്തരവും നിങ്ങൾ വിശ്വസിക്കത്തില്ല. മറ്റുള്ളവർക്ക് ഉള്ളത് കാണിച്ച് പിശാചിനെ മോഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, എന്റെ സഹോദരൻ ഉണ്ടല്ലോ, അത് മതി. സംതൃപ്തനായ നിങ്ങൾക്ക് സഹോദരനോട് സ്നേഹമുണ്ട്. സംതൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അസൂയ ഉണ്ടാകും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. സംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹോദരനോട് സ്നേഹമുണ്ട്. സംതൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സഹോദരനോട് അസൂയുണ്ട്. അങ്ങനെ അസൂയ ഉണ്ടായാൽ അത് നമുക്ക് തന്നെയാണ് അപകടം. നമ്മുടെ ഒരു പഴയ കഥയാണ്. ഒരു വീട്ടുകാർ ഭയങ്കര ധനികരായിരുന്നു, പക്ഷേ അവരങ്ങ് ക്ഷയിച്ചു പോയി. മറ്റേ വീട്ടുകാർ വെറും പാവങ്ങളായിരുന്നു, പക്ഷെ അവരങ്ങ് ഭയങ്കര ധനികരായി. അപ്പൊ ഈ ക്ഷയിച്ചു പോയ കുടുംബത്തിലെ ആളിന് ഭയങ്കര സങ്കടം. ഒന്നാമത്തെ കാര്യം, മറ്റവന്റെ വീട്ടിൽ കാറുണ്ട്, വീടുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവന്റെ വീട്ടിൽ ഉണ്ടായിരുന്നതൂടെ വിറ്റു. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? തപസ് ചെയ്ത് ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തി. എന്തിനാണെന്നറിയാമോ? കഴിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ട്, പക്ഷെ ആ പഴയ പ്രതാപമെല്ലാം അങ്ങ് പോയി. അപ്പൊ പ്രസാദിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം വന്നിട്ട് പറഞ്ഞു, കഥയാണ്, എനിക്കറിയാം നീ എന്നെ എന്തിനാ വിളിച്ചെന്നുള്ളത്. നിനക്ക് ചില കാര്യങ്ങൾ വേണം, ഞാനതൊക്കെ തരാനാണ്ടാ വന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് ഞാൻ എന്തൊക്കെ തരുന്നോ അതിന്റെ നേരെ ഇരട്ടി നിന്റെ അയൽക്കാരന് കൊടുക്കും. ഇവൻ വിളിച്ചതെന്തിനാ? അയൽക്കാരനുള്ളതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ട് വേണം ഒന്ന് ഞെളിയാൻ. പക്ഷേ ദൈവം വന്ന് പറഞ്ഞാൽ എന്നറിയാമോ? നിനക്ക് എന്തൊക്കെ തരണമെങ്കിലും ഞാൻ തരാം, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. പക്ഷെ നീ എന്ത് ചോദിച്ചാലും നിനക്കത് തരും, പക്ഷെ അതിന്റെ ഇരട്ടി ഞാൻ അയൽക്കാരന് കൊടുക്കും. നിനക്ക് ഒരു കാറ് വേണോ? ഞാൻ ഒരു കാറ് തരാം, പക്ഷെ ഞാൻ അവൻ 2 കാറ് കൊടുക്കും. നിനക്ക് 5 വീട് വേണോ? ഞാൻ 5 വീട് തരാം, പക്ഷെ അവന് ഞാൻ 10 വീട് കൊടുക്കും. നിനക്ക് 5 ഏക്കർ തോട്ടം വേണോ? ഞാൻ 5 ഏക്കർ തോട്ടം നിനക്ക് തരാം, പക്ഷെ അവന് ഞാൻ 10 ഏക്കർ തോട്ടം കൊടുക്കും. ഇത് ഭാഗം ഗതികേടായല്ലോ. കാര്യം ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല വിളിച്ചു വരുത്തിയത്. എന്തിനാ? ഇവനേക്കാൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയാ. ഇവൻ പക്ഷെ ബുദ്ധിമാനായിരുന്നു. നമ്മൾക്ക് അതാണ് പ്രശ്നം. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയ ഒരു പ്രത്യേക കാര്യത്തിലാ. എന്റെ ഒരു കണ്ണ് നീ ഒന്ന് കുത്തിപ്പൊട്ടിക്കണം, എന്റെ ഒരു കണ്ണ് നീ കുത്തിപ്പൊട്ടിക്കണമെന്ന്. എന്നറിയാമോ? എന്റെ ഒരു കണ്ണ് പൊട്ടിയാലും വേണ്ടുകയില്ല, എന്റെ സഹോദരന് 2 കണ്ണും പൊട്ടിക്കാണുന്നതാണ് എനിക്കിപ്പം സന്തോഷം. ഹിന്ദിയിലെ ഒരു ചൊല്ലിങ്ങനെയുണ്ട്, മനുഷ്യ അപ്പനെ ദുഃഖസേ ദുഃഖ നഹി ഹെ, അന്യ മനുഷ്യോങ്കെ സുഖസേ ദുഃഖ ഹെ എന്ന്. മനുഷ്യൻ അവന്റെ ദുരന്തം കൊണ്ടല്ല ദുഃഖിതനായിരിക്കുന്നത്, അപരന്റെ സന്തോഷം കാണുമ്പോഴാണ് അവന് ദുഃഖമുള്ളതെന്ന്. എന്തൊരു കഷ്ടമാണെന്ന് പറ. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. മോഹങ്ങളില്ലെങ്കിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ അസൂയയില്ല, അസൂയയില്ലെങ്കിൽ മോഹിക്കുകയില്ല. മോഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. മോഹിക്കാത്തവൻ മോഷ്ടിക്കത്തില്ല. നമ്മൾ ഈ 10 കൽപ്പനകൾ വായിച്ചു നോക്കിയാലും മോഹവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയല്ല. മോഹമില്ലാത്തവൻ അസൂയയില്ല, അസൂയയില്ലാത്തവൻ എന്ത് ചെയ്യത്തില്ല? അസൂയയില്ലാത്തവൻ മോഷ്ടിക്കുമോ? ഇല്ല. എനിക്ക് വേണ്ടല്ലോ, ഞാൻ എനിക്കുള്ള കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യത്തില്ല? മോഷ്ടിക്കാൻ പോകത്തില്ല. മോഹിക്കാത്തവൻ പിടിച്ചു പറിക്കത്തില്ല, മോഹിക്കാത്തവൻ മത്സരിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷനിൽ പാനൽ കൂടി നിന്ന് നമ്മൾ മത്സരിക്കുന്നത്? മോഹമല്ലാതെ വേറെ എന്താ ഇതിന്റെ പിന്നിൽ? മോഹിക്കാത്തവൻ മോഷ്ടിക്കത്തില്ല, മോഹിക്കാത്തവൻ വ്യഭിചരിക്കത്തുമില്ല. മോഹം കൊണ്ടാണല്ലോ വല്ലവന്റെ ഭാര്യയുടെ പുറകെ പോകുന്നത്, മോഹം കൊണ്ടാണ് പിടിച്ചു പറിക്കുന്നത്, മോഹം കൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മോഹിക്കാത്തവൻ കൊല്ലത്തില്ല, മോഹിക്കാത്തവൻ കള്ളസാക്ഷ്യം പറയത്തില്ല. എന്തിനു കള്ളസാക്ഷ്യം പറയണം? അവന് മോഹങ്ങളില്ല, ആഗ്രഹങ്ങളില്ല. പിന്നെന്തിന്? നമ്മൾ പറഞ്ഞ 10 കൽപ്പനകൾ ഞാൻ പ്രൊജക്ട് ചെയ്ത് പറയുമൊന്നുമല്ല, പക്ഷേ ദൈവികമായ സകല കൽപ്പനകൾ നമ്മൾ തെറ്റിക്കാനുള്ള മൂലകാരണം മോഹമാണ്. എന്നാൽ എലീശായുടെ കാര്യം പറയുമ്പോൾ അവൻ മോഹങ്ങളുള്ള മനുഷ്യനല്ല, മോഹങ്ങളില്ലാത്ത മനുഷ്യനാണ്. ലെറ്റ് us make a small chamber. അവന് നമുക്ക് എന്ത് ചെയ്യുക? ചുവരുകളോടുകൂടിയ ഒരു ചെറിയ മുറി അവന് പണിത് കൊടുക്കുക. ഇന്ന് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ 4 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ ആ സ്ത്രീ അവിടെ 4-5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ചെറിയ മുറി, പക്ഷെ അതിന് ചുവരുകളുള്ളതായിരിക്കണം. ആ മുറിയിൽ നമുക്ക് ആവശ്യമുള്ളത് മേശ, ഒരു കസേര, ഒരു കട്ടിൽ, ഒരു നിലവിളക്ക്. ഈ മുഴുവൻ കാര്യങ്ങളും വിശുദ്ധനായ ഒരു മനുഷ്യന് യോജിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ചെറിയ മുറി. പക്ഷെ ചെറിയ മുറിയെക്കുറിച്ച് പറയുമ്പോൾ അത് ചുവരുകളുള്ളതായിരിക്കണമെന്നാണ് പറയുന്നത്.
എന്തുകൊണ്ടാണ് ചുവരുകളുള്ളതായിരിക്കണം എന്ന് പറയാൻ കാര്യം? ബിക്കോസ് ഈ എലീഷ അയാൾ ദൈവവുമായിട്ട് പ്രൈവറ്റായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന ആളാണ്, അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്നുള്ളത് ഈ ശൂന്യംകാരത്തിൽ മനസ്സിലാക്കി. എ ഹോളി മാൻ ഈസ് എ മാൻ വിത്ത് കണ്ടന്റ്മെന്റ്. വിശുദ്ധനായ മനുഷ്യൻ സംതൃപ്തിയുള്ള മനുഷ്യനാണ്. അതുപോലെ വിശുദ്ധനായ മനുഷ്യൻ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കും. പ്രാർത്ഥിക്കുന്നത് പരസ്യ പ്രാർത്ഥനയൊന്നുമല്ല. പരസ്യ പ്രാർത്ഥന ആയിരുന്നെങ്കിൽ ചുവരുകൾ ഇല്ലാത്ത മുറി ആയിരുന്നേനെ വേണ്ടത്. പരസ്യ പ്രാർത്ഥന ആയിരുന്നെങ്കിൽ എന്ത് വേണം? എല്ലാവരും കാണത്തക്ക മുറി ആയിരിക്കണം പണിയുന്നത്. പക്ഷേ ഇവിടെ പരസ്യ പ്രാർത്ഥനയല്ല എലീശായുടെ പ്രാർത്ഥന. എന്താണ് അവന്റെ പ്രാർത്ഥന? അവനും ദൈവവും മാത്രമുള്ള ഒരു സ്റ്റേജാണ്. നമ്മൾ പലപ്പോഴും, ഞാൻ ചിലപ്പോൾ ആളുകൾ പറയുന്നൊക്കെ ഉണ്ട്, എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്, ബ്രദറെ ഞാൻ അവരുടെ യോഗത്തിന്, അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കത്തെ സഭയുടെ യോഗത്തിനോ അല്ലെങ്കിൽ വേറൊരു സഭയുടെ യോഗത്തിനോ ആണ്, ഞാൻ അവരുടെ യോഗത്തിന് പോയി ബ്രദറെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും അവർ അവസരം തന്നില്ലെന്ന്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, പ്രാർത്ഥിക്കാൻ എന്തിനാ അവസരം? ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരായോ? എനിക്ക് ഏത് യോഗത്തിന് പോയാലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത, എനിക്ക് ഏത് യോഗത്തിന് പോയാലും അവിടെ ഇരുന്ന് എനിക്ക് പ്രാർത്ഥിക്കരുതോ? ആ കസേരയിലോട്ടിരുന്ന് കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് എനിക്ക് പ്രാർത്ഥിക്കുന്നില്ല, അത് പറ്റത്തില്ല. മൈക്കിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം. അതാ പ്രാർത്ഥിക്കാൻ അവസരം തന്നില്ലെന്ന് പറഞ്ഞ്. പ്രാർത്ഥിക്കുന്നതല്ല, എന്നെ പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടിയില്ലെന്ന അതിന്റെ അർത്ഥം ഇല്ലേ? പ്രിയമുള്ളവരെ, പ്രദർശിപ്പിക്കാനുള്ള അവസരമല്ല പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കണം. എലീഷ വാസ് എ മാൻ ഓഫ് പ്രയർ. പക്ഷേ അത് ചുവരുകളോടുള്ള മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ദൈവത്തോടു കൂടെയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം. എന്താ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരാൾ അറയിൽ കടന്ന് വാതിലടച്ചാൽ, ഇന്നർ ചേംബർ, അത്രേ ഉള്ളൂ. അറയെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ അറയുന്നരം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ഇന്നർ ചേംബറിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രത്യേകത, അവിടെ വേറെ ആരുമില്ല. അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഞാനും എൻ്റെ സ്വർഗസ്ഥ പിതാവും മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹോളി ലൈഫ് ഹോളി ഗോഡിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ്. നമ്മുടെ വിശുദ്ധ ജീവിതം വിശുദ്ധനായ ദൈവത്തിൽ നിന്ന് പകർന്നു കിട്ടുന്നതാ. വിശുദ്ധി കടയിൽ പോയി വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. ഒരാൾ വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ വിശുദ്ധനായ ദൈവവുമായി വ്യക്തിപരമായി ഇടപെടുന്നവനായിരിക്കണം. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ആ വിശുദ്ധനായ ദൈവത്തിൽ നിന്ന് എന്നിലേക്ക് വിശുദ്ധി ഒഴുകി വരുന്നത് എനിക്ക് കാണാൻ കഴിയും. ഞാൻ ആ കർത്താവിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ യാതൊന്നിനും എനിക്ക് ആഗ്രഹമില്ല. ഞാൻ സംതൃപ്തനാണ്. പക്ഷെ സംതൃപ്തനായ മനുഷ്യൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അല്ല സമയം സ്പെൻഡ് ചെയ്യുന്നത്. അവന്റെ ഒരു ചിന്തയേ ഉള്ളൂ, എനിക്ക് എത്രത്തോളം എൻ്റെ ദൈവവുമായിട്ട് ചേർന്നിരിക്കാനായിട്ട് കഴിയും. കാര്യം, എനിക്കൊരു വിശുദ്ധ മനുഷ്യനാകണം. വിശുദ്ധ മനുഷ്യനാകണമെങ്കിൽ വിശുദ്ധനായ ദൈവവുമായിട്ട് ചേർന്നിരിക്കണം. അതിനാണ് ചുവരുകളുള്ള ഒരു മുറി. എന്തിന്? ദൈവവും ഞാനും മാത്രം. ദൈവം എന്നോട് സംസാരിക്കുന്ന അവസ്ഥ, ദൈവം എന്നോട് ഇടപെടുന്നതായ അവന്റെ ശബ്ദം കേൾക്കുന്നതായ ഒരവസ്ഥ. അവനൊരു ചെറിയ ശബ്ദത്തിലൂടെ പലപ്പോഴും സംസാരിക്കുന്നത്. ഹി സ്പീക്സ് ഇൻ എ സ്റ്റിൽ സ്മോൾ വോയിസ്. ആ ശബ്ദം ഞാൻ കേൾക്കണം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. വിശുദ്ധനായ മനുഷ്യൻ സംതൃപ്തനായ മനുഷ്യനാണ്, മോഹങ്ങളില്ലാത്ത മനുഷ്യനാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ധനികനാകുന്നതല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം സംതൃപ്തനാകുന്നതാണ്. ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ സംതൃപ്തിയുള്ളവനാണോ മോഹങ്ങളുള്ളവനാണോ? മോഹങ്ങളുള്ളവൻ പിശാചിന്റെ കണിയിൽ പെടും എന്നതിന് സംശയമില്ല. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. എന്നാൽ സംതൃപ്തിയുള്ളവൻ അസൂയയില്ല. മോഹിക്കുന്നവൻ അസൂയപ്പെടും, സംതൃപ്തിയുള്ളവൻ അസൂയയില്ല. സംതൃപ്തിയുള്ളവൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കും. സംതൃപ്തിയുള്ളവൻ അവൻ ദൈവത്തെ കൊതിക്കുന്നവനായിരിക്കും. അവൻ അറയിൽ കടന്ന് വാതിലടച്ച് ദൈവവും അവന് ഒരുമിച്ചുള്ള സംസർഗം കഴിക്കുന്നവനായിരിക്കും.